നമസ്കാരം. തദ്ദേശപ്പോര് ഇങ്ങനെ ആരംഭിക്കുകയാണ്. തദ്ദേശപ്പോരിൽ ഇന്ന് നമ്മുടെ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യായത്തിലാണ് നമ്മൾ ഇന്ന് ഇരിക്കുന്നത്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് ഇടതുപക്ഷത്തിൻ്റെ വേരോട്ടമുള്ള ഇടതുപക്ഷ തരംഗം തന്നെയായിരുന്നു. ഒരു വട്ടം കോൺഗ്രസ് ഭരണത്തിൽ വന്നതൊഴിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഒരു തരംഗമുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് തന്നെയാണ്. കഴിഞ്ഞ 5 വർഷത്തെ വികസന നേട്ടങ്ങളും കോട്ടങ്ങളും എങ്ങനെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നതെല്ലാം ഈ ചർച്ചയിലൂടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. തദ്ദേശപ്പോരിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. LDF-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീ പി ചന്ദ്രൻ അവറുകളാണ് ചേരുന്നത്. സ്വാഗതം. UDF-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ എത്രയും സ്നേഹം നിറഞ്ഞ സിജോ അടപ്പള്ളിയാണ് ചേരുന്നത്. സ്വാഗതം. ഭാരതീയ ജനതാ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ NN വിജയൻ അവറുകളാണ് ചേരുന്നത്. സ്വാഗതം. ചന്ദ്രേട്ടാ, എന്തായാലും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലാണ്. സജീവമായിട്ട് തന്നെ വല്ലച്ചിറയിൽ തെരഞ്ഞെടുപ്പ് രംഗങ്ങൾ ഇങ്ങനെ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തെ ഒരു പിന്നാമ്പുറം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങൾ എന്തെല്ലാമാണ് ഉയർത്തി കാണിക്കുന്നത്. പ്രത്യേകിച്ച് അറിയാൻ പറ്റും, കാർഷിക സംസ്കൃതിയുടെ ഒരു നാടാണ് വല്ലച്ചിറ. നാടകങ്ങളുടെ ഈറ്റില്ലമാണ്. ധാരാളം കലാകാരന്മാർക്ക് അവസരങ്ങളുള്ള ഒരു മണ്ണ്. അങ്ങനെയൊക്കെ നോക്കിക്കാണുമ്പോൾ കഴിഞ്ഞ 5 വർഷം എങ്ങനെയായിരുന്നു പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടത്? വല്ലച്ചിറ പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ മാത്രമായിട്ട് നമുക്കങ്ങനെ ഒതുക്കി നിർത്താൻ കഴിയില്ല. 79 വരെ പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ആദ്യം നടക്കുന്ന കോൺഗ്രസ്സിന് വളരെ വലതുപക്ഷ സ്വാധീനമുള്ളൊരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ നിന്ന് ഇടതുപക്ഷം വന്ന് അധികാരം കോൺഗ്രസ്സിൽ നിന്ന് പിടിച്ചെടുക്കേണ്ടായി. അതിനുശേഷം തുടർച്ചയായി വന്ന കാലഘട്ടങ്ങളിൽ വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് പഞ്ചായത്തിൻ്റെ വിവിധ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൽ ഇതിൻ്റെ പൊതുപ്രവർത്തകനായും പഞ്ചായത്ത് പ്രസിഡൻ്റായും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങളിലെ ചുമതലക്കാരനുമായി ഇപ്പോൾ നടക്കാൻ പോകുന്ന 9ാമത്തെ തെരഞ്ഞെടുപ്പാണ്. ആ 9 തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിച്ചു എന്ന ഒരു അഭിമാനം എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ 7 പ്രാവശ്യം ഇടതുപക്ഷത്തിൻ്റെ അധികാരത്തിൽ വരികയും ഒരു പ്രാവശ്യം അവിടെ കോൺഗ്രസും BJP യോജിച്ചു നിന്ന് മാങ്ങ ആപ്പിൾ മുന്നണി ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായി ഞങ്ങളിൽ നിന്ന് അധികാരം നഷ്ടപ്പെടുന്ന സ്ഥിതി ഒക്കെ ഉണ്ടായി. വീണ്ടും നമ്മൾ പുനഃസ്ഥാപിച്ചു. ഞങ്ങൾ 79 വരുമ്പോൾ ഈ വികസനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളാണ്. ആ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾ എടുത്തിട്ടാണ് നമ്മളിൽ ആരംഭിച്ചത്. അതിൽ പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ച പോലെ കാർഷിക മേഖല, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ ഒക്കെ അവിടെ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ 79 നമ്മൾ വരുമ്പോൾ വല്ലച്ചിറയെ എങ്ങനെ അവണിശ്ശേരി പഞ്ചായത്തുമായിട്ട് വിഭജിച്ചതിന് ശേഷം എങ്ങനെ ഒരു പൂർണ്ണസ്ഥിതിയിലേക്ക് എത്താം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നൊരു കാഴ്ചപ്പാടിലായിരുന്നു തുടങ്ങിയത്. അത് ഞങ്ങൾക്ക് തുടങ്ങുമ്പോൾ അതിനൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഐക്യകേരള രൂപീകരിക്കുമ്പോൾ കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന ചില സമീപനങ്ങളുണ്ട്. കേരളത്തിൻ്റെ സമ്പൂർണ്ണ വിദ്യാഭ്യാസം, ഭൂപരിഷ്കരണം, കുടികടപ്പവകാശം തുടങ്ങിയ മൗലികാവകാശങ്ങളെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രമേയങ്ങളെന്ന് തൃശ്ശൂർ പാസ്സാക്കുക. അതാണ് തുടക്കം കേരളത്തിൻ്റെ വികസനം. ആ വികസനത്തിൽ നിന്ന് തുടങ്ങിയതുപോലെ കേരളത്തിൻ്റെ വല്ലച്ചിറയിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടെടുത്ത് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് കുടിവെള്ളം, അതുപോലെ നടക്കാൻ വഴിയില്ലാത്തത്, അതുപോലെ തന്നെ അവരുടെ മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ഭാഗമായി വീടുകൾ ഉണ്ടാക്കൽ, അതുപോലെ റോഡുകൾ ഉണ്ടാക്കൽ, പാലങ്ങൾ ഉണ്ടാക്കൽ, ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പം നമുക്ക് അഭിമാനം പറയാവുന്ന ഏറ്റവും വലിയൊരു കാര്യം, കുടിവെള്ള രംഗത്ത് 2000 വരെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നവരെ ആ കാലഘട്ടം വരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ വളരെ കൃത്യമായി പറയാം, ഇന്ന് കുടിവെള്ളം നമുക്ക് കിട്ടാക്കനിയായിരുന്ന ആ ഒരു കാലം പോലെ ഇന്ന് മാറി. 90% ആളുകളും ഇന്ന് സ്വന്തം കിണറുകളിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്നവരാണ്. അവിടേക്ക് നമ്മൾ അതുപോലെ തന്നെ ജലസേചനം, അതുപോലെ എല്ലാ രംഗത്തും നമ്മളെ മാറ്റം വന്നു. ചില കുറവുകൾ നമുക്ക് പരിഹരിക്കാനുണ്ട്. ഇപ്പോൾ ഗ്രൗണ്ടിൻ്റെ കാര്യം പരിഹരിക്കാനുണ്ട്. അതുപോലെ ലിറ്റ് ഇറിഗേഷൻ ഒരെണ്ണം തുടങ്ങി വെച്ച് ടെൻഡർ കഴിഞ്ഞ് ആ കരാറുകാരൻ മരിച്ചതിൻ്റെ ഭാഗമായിട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അത് പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറിഗേഷൻ രംഗത്തുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുള്ള കാർഷിക മേഖലയിൽ നമ്മൾ നടത്തിയ മാറ്റങ്ങളും കാർഷിക മേഖലയൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ വരാൻ കഴിഞ്ഞിട്ടുണ്ട്. കുടുംബശ്രീ രംഗത്ത് 2002 ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് നമ്മൾ അന്ന് ആ കുടുംബശ്രീയുടെ അംഗീകാരം കിട്ടിയത്.
ആ കുടുംബശ്രീ അന്ന് നമ്മൾ തുടങ്ങി വെച്ചത് വേണ്ടത്ര രീതിയിൽ എത്തിയോ വെച്ചാൽ ഇന്നും അതിൻ്റെ കുറവുകൾ നിലനിൽക്കുന്നുണ്ട്. സ്ത്രീകളെ നമ്മൾ സംഘടിപ്പിച്ച് ആ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞ രീതിയിൽ കൊണ്ടുവന്നപ്പോൾ ഇപ്പോഴും അതിൻ്റെ വേണ്ടത്ര രീതിയിൽ നമുക്ക് എത്താൻ കഴിഞ്ഞില്ല. കുടുംബശ്രീയുടെ ഒരു മാർക്കറ്റിംഗ് സെൻറ്റർ ഉണ്ടാക്കിയെങ്കിലും കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ വേണ്ട രീതിയിൽ വരുന്നില്ല. കാരണം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതിനാവശ്യമായ ആഴ്ചച്ചന്തകൾ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇനിയും കുറേ മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ തൊഴിലില്ലായ്മ പരിഹരിക്കണം. അതുപോലെ തന്നെ പുതിയ തൊഴിൽ, ഇപ്പോൾ സ്വർണ്ണപ്പണി മേഖലയിലാണ് അവിടെ തൊഴിൽ വികസിച്ച് വന്നത്. പക്ഷേ സ്വർണ്ണപ്പണി മേഖലയിൽ ഇപ്പോൾ ആ തൊഴിലൊക്കെ വികസിച്ച് വന്ന് വീണ്ടും പിറകോട്ട് പോവുകയാണ്. അപ്പോൾ വീണ്ടും പുതിയ പുതിയ തൊഴിൽ സംവിധാനങ്ങൾ കാണണം. അതിനെങ്ങനെ എന്നതിനെ സംബന്ധിച്ച് പുതിയ കണ്ടെത്തലുകൾ അത്യാവശ്യമാണ്. അത് കണ്ടെത്തുന്നതോടുകൂടി തന്നെ അവിടുത്തെ ജനജീവിതം മെച്ചപ്പെടുത്താൻ കഴിയണം. ജനങ്ങളാകെ തന്നെ പഴയകാലം പോലെയല്ല. പുതിയ അഭ്യസ്തവിദ്യരായ ആളുകൾ അവർ തൊഴിലന്വേഷിച്ച് പോകുന്നു. അവർക്ക് പുതിയ പുതിയ തൊഴിലും സംവിധാനം വേണം. അതിനൊക്കെ തന്നെ പുതിയ പുതിയ കണ്ടെത്തലുകൾ വേണം. അത് സംസ്ഥാന ഗവൺമെൻറ് കണ്ടെത്തിയതുപോലെ നവകേരളം കെട്ടിപ്പടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ പുതിയ പുതിയ ആശയങ്ങൾ ഇന്ന് വരികയാണ്. എന്താ നവകേരളത്തിൻ്റെ കേരളത്തിലെ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നത്? 2031 കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്, സഹ പിണറായി വിജയൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ പറഞ്ഞ് 31 ലോകരാജ്യങ്ങളിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിലെ ജനജീവിതത്തിന് തത്തുല്യമായ ജീവിതം കേരളത്തിലേതാകും എന്ന പ്രഖ്യാപനം ഉണ്ടായി. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിദരിദ്രരില്ലാത്ത നാടാക്കി പ്രഖ്യാപിക്കുക. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് അതിദരിദ്രരില്ലാത്ത നാടായി കേരളത്തെ പ്രഖ്യാപിച്ചത് ഇന്ത്യക്ക് അഭിമാനമാണ്, ഇന്ത്യയുടെ അഭിമാനമാണ്. ആ ഇന്ത്യയുടെ അഭിമാനത്തിൻ്റെ തിലക്കുറി ചാർത്തുന്നതിൽ, ഇന്ത്യയുടെ ഗവൺമെൻറ്റിന് ഒരു അഭിമാനം ഉണ്ടാക്കുന്നതിൽ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് നേതൃത്വം വഹിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അത് വലിയൊരു മാറ്റമാണ്. അതുപോലെ തന്നെ ഇവിടെ വ്യവസായ എസ്റ്റേറ്റുകൾ, വ്യവസായ മേഖലകളിൽ പുതിയ പുതിയ സംരംഭങ്ങൾ വരികയാണ്. പാലക്കാട് നിന്ന് എറണാകുളം വരെ സ്ഥലമെടുത്തുകൊണ്ട് അതിനാവശ്യമായ പ്രവർത്തനം സംഘടിപ്പിച്ചു വരികയാണ്. പുതിയ വ്യാവസായിക മേഖലയിൽ മാറ്റം വരിക, വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം വരിക, ആരോഗ്യ മേഖലയിൽ മാറ്റം വരിക. അങ്ങനെ കേരളത്തിൻ്റെ സമസ്ത മേഖലയിൽ മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ പുതിയ റോഡുകളും പാലങ്ങളും തുറമുഖങ്ങളും, അതുപോലെ നമ്മുടെ തുറമുഖം, എറണാകുളത്ത് പണിത തുറമുഖം ഇന്ത്യക്ക് ഇതേപോലെ ഒരു തിലക്കുറിയാണ്. വല്ലച്ചിറയിലേക്ക് നോക്കുമ്പോൾ വല്ലച്ചിറയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ആ മുന്നോട്ട് പോയ ഇനിയും നേരത്തെ പറഞ്ഞ പോലെ പുതിയ പുതിയ കാലഘട്ടത്തിലേക്ക് വേണ്ട പല കാര്യങ്ങളും ഇനി ചെയ്തു തീർക്കാനുണ്ട്. തിരികെ വരാം. യുഡിഎഫിന്റെ പ്രതി ഈ ഒരു വ്യവസായ ഇതുവരെയുള്ള വികസനത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് എൽഡിഎഫിന്റെ പ്രതിനിധി പറഞ്ഞത്. യുഡിഎഫിന്റെ കാഴ്ചപ്പാട് എത്രത്തോളം ഉണ്ട് കഴിഞ്ഞ 5 വർഷം എടുത്തു നോക്കുമ്പോൾ? കഴിഞ്ഞ 5 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ പലരും നമ്മളോട് പറയുന്നത് വലിയ ആശ്വാസമായിരുന്നു. അത് ഏത് തരത്തിലാണെന്ന് അറിയുമോ? ഈ ഭരണം കഴിഞ്ഞു കിട്ടിയല്ലോ എന്നുള്ള രീതിയിലുള്ളൊരു ആശ്വാസമാണ് അവർ പറയുന്നത്. കാരണം ഞാൻ കുറേ കാലങ്ങളായിട്ട് ഇടതുപക്ഷ ഭരണസമിതിയുടെ വികസന മുരടിപ്പ് അല്ലെങ്കിൽ അത്തരം ആശയങ്ങൾ അവർ കാഴ്ചവെക്കുന്ന കാര്യങ്ങളുള്ള പിന്തിരിപ്പൻ നയങ്ങളെ കുറിച്ചിട്ടൊക്കെ ഞാൻ വളരെ സംസാരിക്കാറുണ്ട്, സമരങ്ങൾ നടത്താറുണ്ട്, അല്ലെങ്കിൽ ആശയപരമായിട്ട് സംസാരിക്കാറുണ്ട്. ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് വല്ലച്ചിറ എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക നാടാണ്, കലാ കായിക സാംസ്കാരിക നാടാണ്. അവിടെ അവർക്കൊക്കെ തന്നെ ഉപയോഗപ്രദമാവുന്ന ഒരു സംഭവമാണ് അവിടുത്തെ ഗ്രൗണ്ട്, വല്ലച്ചിറ മിനി സ്റ്റേഡിയം എന്ന് പറയുന്നത്. പക്ഷേ ഈ 5 വർഷവും ഇത്രയും കാലമായിട്ടും അവിടെ ഒരു ഓണാഘോഷമുണ്ട്. 62 വർഷമായിട്ട് നടന്നു വരുന്ന 1962 തുടങ്ങിയിട്ടുള്ള ഓണാഘോഷം, എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുള്ളൊരു ഓണാഘോഷം. ആ ഓണാഘോഷത്തിന് അവിടുത്തെ കുട്ടികൾ, ആ കുട്ടികൾക്ക് മാറ്റുരയ്ക്കുന്നതിന് മത്സരിക്കുന്നതിനൊക്കെ വലിയ സാധ്യതയുള്ള, അല്ലെങ്കിൽ അവർക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് വല്ലച്ചിറ പഞ്ചായത്ത് മിനി സ്റ്റേഡിയമാണ്. ആ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ ഒരു തരത്തിലും അവിടെ ഒരു മത്സരം നടത്താൻ സാധിക്കാത്ത തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മറ്റുള്ള പഞ്ചായത്തുകൾ ഇത്തരം ആവശ്യങ്ങൾ വരുമ്പോൾ, ഇത്തരം മത്സരങ്ങൾ വരുമ്പോൾ, കാരണം നമ്മൾ വളരെ ഇതിൽ അവകാശപ്പെടാറുണ്ട്. എന്താണ് അവകാശപ്പെടുന്നത്? നമ്മൾ കായിക സാംസ്കാരിക നാടാണ്, സാംസ്കാരിക ഗ്രാമമാണ് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോൾ അവിടെ പ്രാഥമികമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കായിക വിനോദങ്ങൾ പരിശീലിക്കാനുള്ള വേദി ഇതുവരെയും നടന്നില്ല, അല്ലെങ്കിൽ ഇത്രയും അവകാശപ്പെടുമ്പോഴും ഇതുവരെ നടന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പോരായ്മ, ഒന്നാമത്തെ പോരായ്മ. രണ്ടാമത്തെ പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ജനങ്ങൾ പറയുന്നു നിരന്തരം അവിടെ ഒരു പട്ടിശല്യമാണ്. ആ പട്ടിശല്യം മൂലം ഒരു സ്കൂൾ കുട്ടികൾക്കായാലും ശരി,
ഏത് ജോലിക്ക് പോകുന്നവർക്കായാലും ശരി അവർക്ക് നേരം വെളുത്താൽ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ നമുക്ക് മുന്നിലുണ്ട്. ഇതൊന്നും വളരെ പെട്ടെന്ന് പരിഹരിക്കാനോ അല്ലെങ്കിൽ അത് വന്ന് പറഞ്ഞ് ജനങ്ങളുടെ ആവശ്യം അവർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹരിക്കപ്പെടാൻ സാധിക്കാത്ത ഒരു നിലയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചാപ്പക്കായൽ വിഷയം കൃഷിയുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. ചാപ്പക്കായൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പരിശോധിച്ച് അറിയാൻ കഴിയും. ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ വിത്ത് ഉൽപ്പാദന കേന്ദ്രം എന്നൊക്കെ അവകാശപ്പെടാം. പക്ഷേ മഴക്കാലമായാലും ശരി വേനൽക്കാലമായാലും ശരി ഈ ചാപ്പക്കായൽ പാടശേഖര കമ്മിറ്റി എപ്പോഴും ഈ പഞ്ചായത്തുമായിട്ട് വലിയ ബുദ്ധിമുട്ട് അവരുമായി തമ്മിൽ വലിയ ധർമ്മസങ്കടത്തിലാവുന്ന ഒരു സമയം കാണാറുണ്ട്. കാരണം അവിടുത്തെ ചീപ്പ് മോട്ടറുകൾ വളരെ 1980-ലേക്കുള്ള പഴകിയ മോട്ടറുകളാണ് ഇപ്പോഴും ഏറ്റവും വലിയ വിത്ത് ഉൽപ്പാദന കേന്ദ്രമെന്ന് നമ്മൾ അഹങ്കരിക്കുമ്പോഴും അല്ലെങ്കിൽ അവകാശപ്പെടുമ്പോഴും അവിടുത്തെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ വളരെ പഴകിയതാണ്. ഇതൊക്കെ നമ്മൾ വീണ്ടും പുതിയ മോട്ടറുകളും പുതിയ ചീപ്പുകളും വെള്ളം ഒഴുകി പോകാനുള്ള സാധ്യതകളും ഒക്കെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു കാർഷിക വികസനം കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു കാർഷിക വികസനം നടപ്പിലാക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ അതുപോലെ തന്നെ ഹരിത കർമ്മസേന ജനങ്ങളും അതുപോലെ വ്യാപാരി വ്യവസായികളും ഒക്കെ തന്നെ വളരെയധികം ചോദിച്ചിട്ടുള്ളതാണ് നമ്മളോട്, അല്ലെങ്കിൽ നമ്മളോട് സംശയങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. ഇത്രയധികം പൈസ വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ വല്ലച്ചിറയെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ നമുക്കൊരു കാര്യം പറയാൻ സാധിക്കും. കാരണം വല്ലച്ചിറ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഗ്രാമമാണ്, വളരെ ചെറിയ ഗ്രാമമാണ്. അവിടെ വലിയ വ്യവസായങ്ങളോ വലിയ തരത്തിലുള്ള ചെറിയ കച്ചവടക്കാരാണ് അവിടെ ഉള്ളത്. അവരെ നിന്ന് വലിയ ചാർജ് വാങ്ങിക്കുന്നതിന് പകരം അമിത ചാർജ് ഈടാക്കി അവരെ ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം രണ്ടും നിലനിർത്തണം, എല്ലാം ബാലൻസ് ചെയ്ത് പോകുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഈ സർക്കാർ അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് നടപ്പിലാക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു. ഇതുപോലെ പരിഗണിച്ചില്ല എന്നുള്ളത് വളരെ അവിടെ വ്യാപാരി വ്യവസായികൾക്ക് വരെ അവർ വരെ അത് ചോദ്യചിഹ്നമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ വീക്ഷണം എത്രത്തോളം ഉണ്ട്? അതിപ്പോൾ ഇടതുപക്ഷത്തിനായിട്ട് എന്നോട് നമ്മുടെ ബഹുമാനപ്പെട്ട ചന്ദ്രേട്ടൻ പറഞ്ഞു 46 വർഷത്തെ ചരിത്രമാണ് ഇവിടെ പറഞ്ഞത്. അതിന് സമയം തരണമെന്ന് ഞാൻ പറയാണ്. കാരണം നിങ്ങൾ 1979 തുടങ്ങി അതിന് 1.5 വർഷമാണ് ഇവിടെ ഒരു ഭരണമാറ്റം വന്നിട്ടുള്ളൂ. ആ 1.5 വർഷത്തിനുള്ളിൽ തന്നെ ഇടതുപക്ഷം അത് അട്ടിമറിച്ചു എന്നുള്ള ജനങ്ങൾ തന്ന് ജനകീയപരമായി വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആ മെമ്പർമാരെ അട്ടിമറിച്ചുകൊണ്ടുള്ള സംവിധാനമാണ് ഇടതുപക്ഷം അവിടെ നടപ്പിലാക്കിയത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ 46 വർഷത്തെ ചരിത്രം പറയുമ്പോൾ നാം എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് വല്ലച്ചിറ പഞ്ചായത്ത് നിന്ന് പരിശോധിക്കണം. കാരണം ഏത് മേഖലയിലാണ് പുരോഗതി ഉള്ളത്? ചന്ദ്രേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തത പറഞ്ഞില്ല. കാരണം 2 നദികളാണ് വല്ലച്ചിറ പഞ്ചായത്തിലൂടെ ഒഴുകുന്നത്. ഈ 2 നദികൾ ഒരു പഞ്ചായത്തിന് അവകാശപ്പെടാൻ അപൂർവ പഞ്ചായത്തിലാണ് 2 നദികൾ ഉണ്ടാവുള്ളൂ. ഈ 2 നദികൾ ഒഴുകുന്നത് പോയിട്ടും ഇന്നും 24 മണിക്കൂറും ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ പറ്റാത്ത ഒരു പരിസ്ഥിതി ഇന്ന് വല്ലച്ചിറയിൽ നിൽക്കുന്നു. അപ്പോൾ 46 വർഷം ഭരിച്ചത് ആർക്ക് വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞു. ജലജീവൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതിയാണ്. ആ പദ്ധതി എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുത്തതിനുള്ളൊരു അഭിമാനമുണ്ട്. അത് കേന്ദ്രം നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയമാണ്. അതായത് ഇന്ത്യയിലെ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വെള്ളവും വെളിച്ചവും എത്തിച്ചു കൊടുക്കണം എന്നുള്ള ആ പദ്ധതിയുടെ ഭാഗമാണ് വല്ലച്ചിറയിൽ എത്തിയിട്ടുള്ളത്. ആ പദ്ധതിയുടെ ഭാഗത്ത് പൈപ്പിട്ട് കൊടുത്തു എന്നുള്ള ശരി തന്നെ. പക്ഷേ വേനൽക്കാലം വന്ന 4 മാസം 2 മണിക്കൂറേ വെള്ളമുള്ളൂ വല്ലച്ചിറയിൽ. 2 നദികൾ ഒഴുകുന്നുണ്ട്. കാർഷിക ഭൂമിയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ കാർഷിക ഭൂമിയിൽ ഇന്നും തരിശായി എടുക്കുകയാണ്. ഇഷ്ടംപോലെ ഭൂമി തരിശായി എടുക്കുകയാണ്. അപ്പോൾ കർഷകർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാൻ പരാജയപ്പെട്ടു. ഗ്രാമ പദ്ധതി മുന്നോട്ട് വെച്ച ആശയമാണ് അത് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രായോഗികമായിട്ട് അത് പ്രവൃത്തിബോധത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്ല, ഇത്രയും വർഷത്തെ പാരമ്പര്യം അവകാശപ്പെട്ടിട്ടുണ്ടല്ലോ. അല്ല, ഒരു സെക്കൻഡ് തന്നെ. കാരണം ഒരുപാട് സമയം അടുത്ത വർഷത്തിന് കൊടുത്തു. നമുക്ക് പറയാനുള്ള കാര്യം ജനങ്ങളുടെ മുന്നിലാണ്. അതായത് ജനങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഞാൻ പറയുന്നത്. അത് വളരെ സാംസ്കാരിക സംവിധാനമുള്ള ഈ പഞ്ചായത്തിൽ സാംസ്കാരിക കേന്ദ്രം പോലും ഇല്ല. ഇടതുപക്ഷം പറയണം എന്തുകൊണ്ടാണ്, ആരാണ് തടസ്സം? ഇവിടെ കേന്ദ്രത്തിന് ഫണ്ട് കിട്ടാണ്ടല്ല, അത് ഉപയോഗിക്കപ്പെടുന്നില്ല. സാംസ്കാരിക കേന്ദ്രം ഉണ്ടായാൽ ഇവിടുത്തെ യുവതലമുറയെ വ്യക്തമായ ഒരു മാർഗത്തിലൂടെ കൊണ്ടുപോകാൻ പറ്റും. ഇന്ന് കുട്ടികൾ പലതും മറ്റേ കഞ്ചാവ് അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കുള്ള സംവിധാനം ഒരുക്കേണ്ട ഭരണകൂടം, അതായത് സംസ്ഥാനത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ പൈസ പങ്കുവെച്ചെടുക്കാനാണെങ്കിൽ പിന്നെ ഭരണകൂടത്തിൻ്റെ ആവശ്യമില്ല, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യും. അതല്ലല്ലോ ഒരു ഭരണകൂടത്തിന് നമ്മൾ എന്തിനാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? അവർക്ക് വേണ്ടി ഭരിക്കാനാണ്. ഇവിടെ അതല്ല ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷത്തിൽ ഇടതുപക്ഷം പറയാതെ പറഞ്ഞൊരു സത്യമുണ്ട് ഇപ്പോൾ ചന്ദ്രേട്ടൻ. കാരണം എന്താ, കഴിഞ്ഞ 5 വർഷം ഭരിച്ചവർക്ക് ആർക്കും തന്നെ സീറ്റ് കൊടുത്തിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റിനോ ബ്ലോക്ക് മെമ്പർമാർക്ക് പോലും ഇടതുപക്ഷം സീറ്റ് നിഷേധിച്ചിരിക്കുന്നു. അത് അവരെ ആഭ്യന്തര വിഷയം. പക്ഷേ ഉയർത്തി കാണിക്കാൻ പറ്റില്ല ഉള്ളതുകൊണ്ടാണ് ആ സീറ്റ് കൊടുക്കാത്തതെന്നാണ് നമ്മുടെ ആരോപണമല്ല, സത്യമാണ് അത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം മിനി സ്റ്റേഡിയത്തിൻ്റെ പകരം പറഞ്ഞു 174 ലക്ഷം രൂപ അവിടെ ചിലവാക്കി കഴിഞ്ഞു. എന്നിട്ടും ഇന്നും ഒരു യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിഞ്ഞില്ല യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട്. മറ്റൊരു വിഷയം എന്താണെങ്കിൽ, നമ്മൾ ഇപ്പോൾ അവിടെ 53 വർഷം പഴക്കമുള്ളതാണ് അവിടെ ആരോഗ്യ കേന്ദ്രം, ഇപ്പോഴത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രം. അവിടെ പഴയ സ്ഥിതി തന്നെ നിലനിൽക്കുന്നു. ഇപ്പോൾ ആകെ കൂടി പുരോഗതിയുണ്ട്
പുരോഗതി ഉണ്ടായത് 210 ആളെ ജനങ്ങൾ വരുന്നു, ആരോഗ്യരംഗത്ത് ചികിത്സ തേടി വരുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്നത് ആ കൂടി കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന മരുന്നുകൾ അത് തന്നെ വ്യക്തമായി കൊടുക്കാൻ കഴിയുന്നില്ല. അവിടെ ജനങ്ങൾ വല്ലച്ചിറ ജനങ്ങൾക്ക് ഇന്നും ഈ ചികിത്സ വേണമെങ്കിൽ ഒന്നിൽ തൃശ്ശൂർക്കോ അല്ലെങ്കിൽ ചേർപ്പലിക്കോ വരേണ്ട ഒരു ഗതികേട്. 46 വർഷത്തിൻ്റെ പാരമ്പര്യം പറയുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ആരോഗ്യരംഗത്ത് എന്ത് സംഭാവനയാണ് ചെയ്തത്? ഈ ഇടതുപക്ഷ ഭരണമുന്നണി എന്നുള്ളത് പരിശോധിക്കണ്ടേ? ഇവിടുത്തെ ജനങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. വിദ്യാഭ്യാസ മേഖലയിലായി തന്നെയായാലും ഈ നമ്മുടെ പ്രാഥമിക പൊതുവിദ്യാലയ രംഗത്തേക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പൈസ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ സമസ്ത മേഖലയിലും അതേ സമസ്ത മേഖലയിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് വല്ലച്ചിറ പഞ്ചായത്തിൽ ഇന്നും വീട് കിട്ടാത്തൊരു നിരവധിയുണ്ട്. ഒരു വാർഡിൽ ഇന്നും 10-15 ജനങ്ങളുണ്ട്. സ്ഥലം ഇല്ലാണ്ടല്ല, ആ സ്ഥലം വേണ്ട രീതിയിൽ പുറംപോക്ക് 6 ഏക്കർ ഇളങ്കുന്നിൽ കെടുക്കുമ്പോൾ അത് തിരിച്ചു പിടിക്കാൻ സംവിധാനം പോലും ഇല്ല. ഇടതുപക്ഷം 46 വർഷം ഭരിച്ചു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആർക്ക് വേണ്ടി ഭരിച്ചു എന്നുള്ളത് പറയണം. സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷം ഭരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരോപണവും പ്രത്യാരോപണവും ഒക്കെ ആയിട്ട് ജനം ചോദിക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണ് ചന്ദ്രേട്ട നമ്മളടക്കം ചോദിക്കുന്നത്. അതിലെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണ്. ഒന്ന്, അവിടെ ഒരു പഞ്ചായത്ത് മൈതാനം, അവിടെ ഒരു മത്സരങ്ങൾ നടന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു തൊട്ടടുത്തുള്ള തലൂര് ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മൈതാനത്തെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. 2, അവിടെ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുടിവെള്ളത്തിന്റെ പ്രശ്നം. അതിൽ മറ്റൊരു കാര്യമുണ്ട്, ജനങ്ങൾ ആരോപിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ പറയുന്ന മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. ഈ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൈപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് റോഡിന്റെ പല റോഡുകളും ഇപ്പോൾ ശോച്യാവസ്ഥയാണെന്നും പറഞ്ഞു. അതിന്റെ നിർമ്മാണങ്ങൾ പാതി വഴിയിൽ നിൽക്കുന്നു. അത് ജനങ്ങൾ ആരോപിക്കുന്നതാണ്. ഒപ്പം തന്നെ ആരോഗ്യം, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ ഇന്നും അതേ നിലയിൽ തന്നെ നിൽക്കുന്നു. ഈ ആരോപണങ്ങൾക്ക് എന്ത് മറുപടിയാണ് പറയുന്നത്? ബഹുമാനപ്പെട്ട BJPയുടെ നേതാവായിട്ടുള്ള വിജയേട്ടനോട് എനിക്ക് പറയാനുള്ളത്, ശക്തമായ സംസ്ഥാനങ്ങളും ശക്തമായ കേന്ദ്രവും എന്നാണ് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൻ്റെ പ്രിൻസിപ്പിൾ. അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പണം കേന്ദ്രത്തിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്ന സംസ്ഥാനത്തിൻ്റെ എന്നൊരു പൊരുൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തില്ല. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുകളെ സഹായിക്കാൻ ബാധ്യസ്ഥരാണ്. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ പറയുന്നതാണ്. ആ ഫെഡറൽ സംവിധാനത്തെ നമ്മൾ പുച്ഛിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇവിടെ വികസനത്തിൻ്റെ പുതിയ കാഴ്ചപ്പാടിൽ 60-40 ആണ് ഇപ്പോൾ പെർസെൻറ്റേജ് നിശ്ചയിച്ചാണ്. 60% കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുമ്പോൾ 40% സ്റ്റേറ്റ് ഗവൺമെൻറ് വയ്ക്കണം. ഈ ജലമിഷൻ പദ്ധതി വരുമ്പോൾ പ്രധാനമായിട്ടും 60-40 വെച്ചപ്പോൾ പൈപ്പ് ഇടുന്നതിനാണ് 60-40 കൊടുത്തത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ടാങ്കുകൾ മറ്റ് സൗകര്യങ്ങൾ ഇതുണ്ടാക്കുന്നതിന് ആവശ്യമായ ഫണ്ടുകളില്ല. ഇപ്പോഴും വല്ലച്ചിറയിലെ പ്രശ്നം എന്താ? ഒരു തരത്തിൽ കുടിവെള്ള പ്രശ്നം നമ്മൾ പരിഹരിച്ച് വന്നപ്പോൾ ഇപ്പോൾ ജലമിഷൻ്റെ പൈപ്പുകൾ ഇട്ട് വന്നപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ടാങ്ക് എന്ന് വെച്ചാൽ വെള്ളം അടിച്ച് വിടുന്ന പുഴയിലത്തെ വെച്ചിട്ടുള്ള ടാങ്ക് അതിന് പോരാ. വെള്ളം കൊടുക്കാൻ ഈ ടാങ്ക് ഒരെണ്ണൂടെ പണിയണം. അല്ല, ആരുടെ കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പ് ഇടൽ കഴിഞ്ഞിട്ട് ഞാൻ ക്ഷമയോട് കൂടി കേട്ടല്ലോ. ഇതില് BJP അങ്ങനെ ടാങ്കിന് പണം അനുവദിച്ചിട്ട് ഈ പൈസ അനുവദിച്ചിട്ട് പണിയാതിരുന്ന പഞ്ചായത്തല്ല. അവണിശ്ശേരി പഞ്ചായത്തിന്, വല്ലച്ചിറ പഞ്ചായത്തിന്, ചേർപ്പ് പഞ്ചായത്തിന്, പാർലം പഞ്ചായത്തിന് ഒക്കെ വെള്ളം കൊണ്ടുവന്നാണെന്ന വെള്ളമില്ലാത്തതുകൊണ്ടല്ല, സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പം അത് പുതിയ ടാങ്ക് പണിതു. ആ ടാങ്ക് പണിതിൽ നിന്ന് പോരായുണ്ട്, വീണ്ടും അതിൻ്റെ പണി പൂർത്തീകരിക്കണം. അതാ ഞാൻ പറഞ്ഞത്, ഇനിയും പ്രശ്നങ്ങളുണ്ട്. ഇത് BJPയുടെ ഗവൺമെൻറ് ഉണ്ടാക്കിയതോ സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാക്കിയതോ പഞ്ചായത്ത് ഉണ്ടാക്കിയതോ അല്ല. കാലാകാലമായി വളർന്നു വരുന്ന ആവശ്യങ്ങളിൽ ഒന്നാണ് വെള്ളത്തിൻ്റെ സ്രോതസ് വളർന്നു വന്നു. ഇനി ആ സ്രോതസ് ഉപയോഗപ്പെടുത്തും. അല്ല, ഞാൻ പറയട്ടെ 100 വർഷം വേണമെന്നല്ല പറഞ്ഞത്. നമ്മൾ ഒരു മിനിറ്റ് പറയട്ടെ. വല്ലച്ചിറ പഞ്ചായത്തിനകത്ത് ഞങ്ങൾ 79 വന്നു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ മനസ്സിലാക്കി പോകേണ്ടത് 2003, 2004 തൊട്ടാണ് മാസം തോറും ശമ്പളം കൊടുക്കാനുള്ള അവസ്ഥയിലേക്ക് അവിടെ വന്നത്. ശമ്പളം പോലും കൊടുക്കാൻ മാർഗമില്ലാത്ത പഞ്ചായത്തായിരുന്നു. വെറും 500 രൂപ, 1000 രൂപ ഗ്രാൻഡ് കിട്ടിയിരുന്ന പങ്കുവെച്ച് നടന്നിരുന്ന ചാലുകൾ നേരേക്ക് നടക്കുന്ന ഒരു കാലമായിരുന്നു. ജനകീയാസൂത്രണ പ്രസ്ഥാനം കേരളത്തിൽ വന്നപ്പോഴാണ് പഞ്ചായത്തുകൾ പച്ചപിടിച്ചത്. അവിടെ നിന്നാണ് വികസനം കണക്കാക്കാൻ പറ്റുള്ളൂ. പഞ്ചായത്ത് ഭരിച്ചെന്നുള്ളതുകൊണ്ട് പറയാൻ പറ്റില്ലല്ലോ. പഞ്ചായത്തിന്റെ ഭരണവുമായിട്ടല്ല പ്രശ്നങ്ങൾ. അടിസ്ഥാന സൗകര്യം, ഗ്രൗണ്ടിന്റെ കാര്യം പറയാം. ഈ ഗ്രൗണ്ട് എന്ന് പറഞ്ഞത് വല്ലച്ചിറയിൽ ഇപ്പോൾ കാണുന്ന ഗ്രൗണ്ട് 80 അന്ന് കോൺഗ്രസിന്റെ മഹാനായ സഞ്ജയ് ഗാന്ധിയുടെ കാര്യത്തിന് 5 പരിപാടികൾ പ്രഖ്യാപിച്ചിരുന്നു. ആ 5 പരിപാടികൾ ഗ്രൗണ്ട് എടുക്കാൻ തീരുമാനിച്ചു പഞ്ചായത്തിന്. അതെങ്ങനെ എടുത്തത്? അവിടെ ഒരു ഹൈസ്കൂൾ പഞ്ചായത്തിന് വേണമെന്ന് പറഞ്ഞ് ആ നായനാരുടെ കാലഘട്ടത്തിൽ തീരുമാനം എടുത്തപ്പോൾ
അവിടെ ഹൈസ്കൂളിന് വേണ്ടി സ്ഥലം എടുത്തു. ആ സ്ഥലം പാടായിരുന്നു. ആ പാടെടുത്തൊരു രാമവാര്യർ മാഷ്, കുണ്ടുരാം മാഷ് തുടങ്ങിയ ആളുകളൊക്കെ അതിൻ്റെ കമ്മിറ്റിയായിട്ടൊരു സ്കൂളുണ്ടാക്കി. പക്ഷേ ആ ഗവൺമെൻറ് പോയി വീണ്ടും വന്നപ്പോൾ ആ സ്കൂള് നമുക്ക് കിട്ടിയില്ല, പള്ളിക്ക് കൊടുത്തു. പള്ളി അതിൻ്റെ മാനേജ്മെൻറ്റ്. അപ്പോൾ ആ സ്ഥലം നമ്മൾ ഗ്രൗണ്ടിനെടുത്തു. ആ ഗ്രൗണ്ടിനെടുത്ത് മാറ്റി കൊണ്ടുവരാൻ വേണ്ടി എടുത്ത, അന്ന് പൈസ ഇല്ലാത്ത കാലത്തും ഘട്ടം ഘട്ടമായി നമ്മൾ ഗ്രൗണ്ട് കൊണ്ടുവന്നു. അവസാന സ്ഥിതി എന്താ? അവസാന സ്ഥിതി നമ്മുടെ പ്രിയപ്പെട്ട രവീന്ദ്രൻ മാഷ് അവിടെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അവിടെ ഒരു സ്പോർട്സ് കോംപ്ലക്സിന് വേണ്ടി കൊടുത്തു. ആ സ്പോർട്സ് കോംപ്ലക്സിന് അവിടെ സ്ഥലം പോരായി വന്ന മനയുടെ ഒരു 10 സെൻറ്റ് സ്ഥലം നമ്മൾ അക്വിസിഷൻ ചെയ്ത് ആ സ്ഥലത്ത് നമ്മൾ പണി ആരംഭിച്ചപ്പോൾ ആദ്യം ഗാലറി പണിതു. ആ ഗാലറി പണിത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ പണിയാൻ വേണ്ടിയിട്ട് പൈസ വന്നപ്പോൾ അവിടെ നമ്മുടെ ആശയം ഒരു 3 എണ്ണമാണ്. ഒരു ഇൻഡോർ സ്റ്റേഡിയം പ്ലസ് ഒരു മറ്റേ ഒരു ഷട്ടില്, അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കാൻ, സെവൻസ് കളിക്കാനുള്ള ഒരു കളിസ്ഥലം. ഇത് 3 കൂടി അടങ്ങുന്ന ഒരു ഗ്രൗണ്ടിനാണ് പ്ലാൻ ചെയ്തത്. അവിടെ ഇല്ലാത്ത രീതിയിൽ ചില ആളുകൾ ആ ഗ്രൗണ്ടിൽ വലിയ അഴിമതി നടക്കണം, ഗ്രൗണ്ട് മോശമായി നടക്കണം എന്ന് പറഞ്ഞപ്പോൾ മാഷപ്പല്ലൊരാൾ പറഞ്ഞു ഇനി അത് തുടർന്ന് പോകണം, ബുദ്ധിമുട്ടുണ്ട്. ഏത് ആ രീതിയിലുള്ള അപവാദങ്ങൾ അവിടെ വരികയാണ്. അത് ചില ക്ഷുദ്രജീവികളാണ്. എന്തിനാ അത് നടക്കാതിരിക്കാൻ വേണ്ടി ഒരു സംഘം ഉണ്ടായി. അതിപ്പോൾ വിജയനോ അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും ഞാൻ പറയില്ല, വിജയനൊന്നും അതിലൊരു പങ്കുണ്ടെന്നും പറയുന്നില്ല. പക്ഷെ ആ ക്ഷുദ്രജീവികൾ എടുത്ത സമീപനമാണ്. ഗ്രൗണ്ടിന്റെ പൂർവ്വചരിത്രം പറഞ്ഞപ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കാം. ഗവൺമെന്റ് സ്കൂളിന് വേണ്ടി വാദിച്ചില്ല പഞ്ചായത്ത്. ഹൈസ്കൂള് ഗവൺമെന്റ് UP സ്കൂളിന് കിട്ടണമെന്ന് പറഞ്ഞെങ്കിൽ ഗവൺമെന്റ് കിട്ടിയാനെ കിട്ടില്ല. മാനേജ്മെന്റ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് 3 പ്രാവശ്യം പോയാൽ കിട്ടില്ല. അതായത് ഈ ഇളംകുന്നിന്റെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന താഴ്ന്ന പ്രദേശമാണ്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു PJ ജോസഫ്. പള്ളിക്കടി സഹായിക്കാൻ വേണ്ടി പഞ്ചായത്ത് ക്രിസ്ത്യൻ മതക്കാര് ആ പള്ളിനെ സ്വാധീനിച്ച ഒരു വ്യക്തതയോടുകൂടി അതായത് UP സ്കൂളിന് നമുക്ക് ഹൈസ്കൂൾ വേണമെന്ന് പഞ്ചായത്ത് ആവശ്യപ്പെട്ടില്ല. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ ഗ്രാമപഞ്ചായത്തിന്റെ അടിസ്ഥാനമായ സൗകര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. നാടകത്തിന്റെ ഈറ്റില്ലം, ഒരു ഓണാഘോഷത്തിന്റെ ഈറ്റില്ലം, ഓണം തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഓണാഘോഷം ആരംഭിക്കുന്ന കേരളത്തിലെ ഒരു പഞ്ചായത്ത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കലാകായിക രംഗത്തും യുവാക്കൾ ഒരുപാട് സ്വാധീനം. അങ്ങനെയുള്ള സ്ഥലത്ത് ആ യുവാക്കൾക്ക് അങ്ങനെയുള്ള സ്ഥലത്ത് ആ ഗ്രൗണ്ടിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷം എല്ലാവരും വിളിച്ചത് ആശയമായിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ ഇതേപോലെ മതിൽ രീതിയിലുള്ള പണി പൂർത്തീകരിച്ചിട്ടില്ല. ഗ്രൗണ്ടിനകത്ത് അനാശാസ്യ പ്രവർത്തനങ്ങൾ സർക്കാർ തലത്തിൽ നടത്താൻ പറ്റില്ല. ആവശ്യമായുള്ള മതിൽ ജയിൽ കെട്ടിയ പോലെ മതിൽ കെട്ടി കൃത്യമായിട്ട് പൈസ ചെലവാക്കേണ്ട സ്ഥലത്ത് ഗ്രൗണ്ടിന്റെ വിഷയത്തിലെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല പ്രതികരണം കൃത്യമായിട്ട് ഗ്രൗണ്ട് ഉണ്ടെന്ന്. ഇപ്പൊ 1 കോടി രൂപ അനുവദിച്ചിട്ട് ഗ്രൗണ്ടിന്റെ പണി തുടങ്ങാൻ പോവാ. ഒരു നിമിഷം എനിക്ക് തരൂ. ഈ ഗ്രൗണ്ടിന്റെ പണി തുടങ്ങി വെച്ച സമയത്ത് തന്നെ നമ്മൾ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഇടപെടാൻ കാരണം? ഈ ഗ്രൗണ്ടിന്റെ നോക്കിയാൽ ജിയോളജിക്കലായിട്ട് നോക്കി കഴിഞ്ഞാൽ ഇത് നീളനായിട്ടുള്ളൊരു ഭൂമിയാണ്. ഈ നീളനായിട്ടുള്ള ഭൂമിയിൽ കൃത്യമായിട്ട് ഞാൻ അളന്ന് നോക്കിയപ്പോൾ നിലവിൽ നമുക്ക് സെവൻസ് നടത്താമായിരുന്നു. പക്ഷേ ഇവർ അത് ശാസ്ത്രീയമല്ലാത്തതുകൊണ്ട് ഇവർ ഉള്ള സ്ഥലം മുഴുവൻ വളരെ ഒരു 3 മീറ്റർ 2 സൈഡിൽ നിന്ന് എടുത്തിട്ട് ഗാലറി പണിതോട് കൂടിയിട്ട് അവിടെ ഫുട്ബോൾ കളിക്കാൻ പറ്റാതായി, അവിടെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റാതായി. ഇതൊക്കെ വളരെ മുൻകൂട്ടി ഇവരോട് ഈ അധികാരികളോട് അന്ന് ഭരണസമിതിയോടൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ നടത്താൻ പാടില്ല. ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് കൃത്യമായിട്ട് ഫുട്ബോൾ കളിക്കാനോ ക്രിക്കറ്റ് കളിക്കാനോ സാധ്യമല്ല. 100% ഉറപ്പാണ്. ഇത് വിളിച്ച് പറഞ്ഞിട്ട് വരെ അല്ലല്ല പറയട്ടെ ചേട്ടൻ പറഞ്ഞല്ലോ എനിക്ക് പറയണ്ടേ. ഇത് കൃത്യമായിട്ട്
അന്ന് അവതരിപ്പിച്ചിട്ട് പോലും അതൊരു ഫലം ഉണ്ടായില്ല. അതിന് പകരം ഈ പൈസ മുഴുവൻ ചെലവഴിച്ചത് ഈ കോട്ടവാതിൽ പോലെ കോട്ട പണിയാനും അതുപോലെ ജയിലിന്റെ മതിൽ പോലെ പണിത് കഴിഞ്ഞപ്പോൾ ആ പൈസ മുഴുവൻ കഴിഞ്ഞു. ഗ്രൗണ്ടിന്റെ കാര്യം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി പരിശോധിച്ചു നോക്കാം. 15 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് കമ്മ്യൂണിറ്റി ഹാളിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിന് വേണ്ടി മേടിച്ച ചന്ദ്രേട്ടന്റെ കാലത്ത് മേടിച്ചതുകൊണ്ട് നമ്മുടെ ജനറേറ്റർ ഒരു ദിവസം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ലക്ഷം രൂപ ചെലവാക്കി മേടിച്ച ആ ജനറേറ്റർ ജനങ്ങൾക്ക് വേണ്ടി കമ്മ്യൂണിറ്റി ഹാളിന് ഒരു ദിവസം പ്രവർത്തിച്ചിട്ടുണ്ടോ? ഒരു ദിവസം പോലും പ്രവർത്തിച്ചില്ല. കാര്യത്തിൽ 1 കോടി രൂപ അനുവദിച്ചിട്ടുള്ള അതിന്റെ പണി തുടങ്ങും. അടുത്ത കൊല്ലത്തെ പണി പൂർത്തീകരിക്കും. അടുത്ത കൊല്ലം ഓണാഘോഷം അതിൻ്റെ ഉള്ളിൽ നടത്തത്തക്ക രീതിയിൽ വരും. പിന്നെ ഈ ഡിപ്പാർട്ട്മെന്റ് പണികൾ നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കി പോണത് ഞാൻ പറഞ്ഞതുകൊണ്ടോ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ ആള് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടോ വിജയം പറഞ്ഞോ പോലെ അല്ലല്ലോ കാര്യങ്ങൾ. PWD ബിൽഡിങ്സിന്റെ ഡിപ്പാർട്ട്മെന്റ് വന്ന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി, എസ്റ്റിമേറ്റിന്റെ TS കിട്ടി, ഗവൺമെന്റ് പെർമിഷൻ കിട്ടിയിട്ട് നമ്മൾ പണിയുന്നേ. അല്ലാണ്ട് മതിലിന് വല്ലച്ചിറ പഞ്ചായത്ത് കമ്മിറ്റി കൂടി തീരുമാനിച്ച് 2 അടി വീതി വേണമെന്നോ 5 അടി വീതി വേണമെന്നോ അല്ല പറയണേ. അത് സർക്കാർ സാങ്ഷൻ വിധമായി ടെൻഡർ കൊടുത്തിട്ട് ചെയ്യണേ. അംഗീകരിക്കുന്നില്ലേ? ഇവിടെ ഈ 50 വർഷം ഭരണം തന്നാൽ ഞങ്ങൾ ഗ്രൗണ്ട് സംസ്കാര നിലയം എല്ലാ എഞ്ചിനീയർ വന്ന് ഞങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം പറഞ്ഞു. എഞ്ചിനീയറെ കൊണ്ടുവന്ന് അവിടെ സെവൻസ് കളിക്കുന്നതിന് ആവശ്യമായ എസ്റ്റിമേറ്റ് എടുത്തു. ഗ്രൗണ്ടിന് സെവൻസ് കളിക്കാൻ കഴിയും. ഗ്രൗണ്ട് മാത്രം പോരാ, ഞാൻ നിങ്ങളെല്ലാം തീരുമാനിക്കാൻ. ഫുട്ബോൾ അസോസിയേഷനോ ഫുട്ബോൾ അസോസിയേഷൻ എഞ്ചിനീയേഴ്സ് എല്ലാം തീരുമാനിക്കാൻ. ഞാൻ നിങ്ങളെല്ലാം തീരുമാനിക്കാൻ. ഞാൻ പറയണത് സിജോലെല്ലാം തീരുമാനിക്കാൻ. അങ്ങനെയാണ് ഒരു കാര്യം. ചന്ദ്രേട്ടൻ പറഞ്ഞു സിജോ അല്ല ഈ തീരുമാനം എടുക്കണമെന്ന്. അപ്പൊ എന്തുകൊണ്ട് പുതിയ 1 കോടി രൂപ MLA അനുവദിച്ചപ്പോ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും സാംസ്കാരിക നായകരെ ഈ കായികമായി കായികമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ വിളിച്ച് അവരുടെ ആശയങ്ങൾ അറിഞ്ഞു ഇല്ലേ? ആശയങ്ങൾ അറിഞ്ഞു. അതെന്തിനാ? തർക്കം വേണ്ടതല്ല. ആ വിഷൻ, ആ ദീർഘവീക്ഷണത്തോടു കൂടി ഒരു കാഴ്ചപ്പാട് കൂടിയിട്ട് പ്ലാൻ തയ്യാറാക്കാൻ വ്യക്തമായ കാഴ്ചപ്പാടിലല്ല തകർക്കാൻ ശ്രമിക്കുന്ന ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ. സ്കൂളിൽ കെട്ടിടം പണിയാൻ വന്നപ്പോ 4 പ്രാവശ്യം തടഞ്ഞവരവര് സംബന്ധിച്ച് അവരുടെ പ്രവൃത്തി ഭാഗത്ത് മുന്നോട്ട് പോകുമ്പോൾ വല്ലച്ചറ ചെറിയല് KLDCനെ ഏൽപ്പിച്ച് കരാറ് കൊടുത്ത് ചെറു നന്നാക്കാൻ തീരുമാനിച്ചാൽ തടഞ്ഞു. പൂർത്തീകരിച്ചിട്ടുണ്ടോ? അത് പൂർത്തീകരിച്ചല്ലോ. അത് നടപ്പിലാക്കിയിട്ടില്ല. ഞാൻ പറയുന്നത് അത് BJP തടഞ്ഞു. കുടിവെള്ളം മൈക്കിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞാൽ കിട്ടില്ല. പണിയെടുക്കണം. ഒരു ചുരുക്കം പറയട്ടെ. നമ്മൾ ഹരിത വലച്ചറ അല്ലെങ്കിൽ ഇപ്പൊ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വളരെ ചേർന്ന് നിൽക്കുകയാണ് എല്ലാവരും അങ്ങനെയാണ് നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നത്. ഇവിടെ വല്ലച്ചിറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ സാംസ്കാരിക നിലയം എന്ന് പറയും. ഒപ്പം തന്നെ വല്ലച്ചിറയിൽ സാധാരണക്കാർക്ക് ഏറ്റവും നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും മറ്റു സദ്യകൾ പിറന്നാൾ സദ്യയോ എന്തൊക്കെയാണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം അതാണ്. അല്ലെങ്കിൽ പുറത്തേക്ക് പോയി വലിയ പൈസ കൊടുത്തിട്ട് നമുക്ക് ഈ ഹാളൊക്കെ ഏൽക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ഹാളിൽ ഈ ഏൽപ്പിക്കുന്ന ആളുടെ ഏറ്റവും വലിയ പണി എന്നിട്ടാന്ന് പറയും. ഇത് ഏൽറ്റ് കഴിഞ്ഞാൽ ഈ സദ്യ നടത്തി കഴിഞ്ഞാൽ ഈ സദ്യ നടത്തിയ ആഹാര മാലിന്യങ്ങൾ കെട്ടിച്ചോന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ഗതികേടാണ്. മാലിന്യ നിർമ്മാർജ്ജന ഒരു ഇൻസിനറേറ്ററെങ്കിലും അവിടെ വെച്ചിരുന്നെങ്കിൽ ഇത് ഈ പറയാൻ സാധിക്കില്ല. മറ്റുള്ളവരെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പോകാം, അതായത് ഭരിക്കുന്ന പാർട്ടിക്കോ അല്ലെങ്കിൽ ഭരണസമിതിക്കോ എങ്ങനെ വേണമെങ്കിൽ പോകാം. മറ്റുള്ളവരോട് ഉപദേശിക്കാൻ എന്ത് അർഹതയാണുള്ളത്? ഞാൻ പറയാം, അവിടെ പഞ്ചായത്തിന്റെ സ്ഥലം എടുത്തത് പഴയ കാലത്ത് പാറയ്ക്കും വരതാട്ടിന്റെ ആ കാലഘട്ടത്തിലൊക്കെ വന്നപ്പോൾ പഞ്ചായത്തിന് സ്ഥലം എടുത്തു, പഞ്ചായത്ത് ഓഫീസിന്. ആ എടുത്ത ഉള്ള സ്ഥലത്താണ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റികൾ പണിത്. അവിടെ ഇൻസുലേറ്റർ സ്ഥാപിക്കാനോ അതിനാവശ്യമുള്ള മാലിന്യം നിക്ഷേപിക്കാനോ സ്ഥലമില്ല. ഞാൻ പറഞ്ഞേക്കോ, അതുമായി ബന്ധപ്പെട്ട് സ്ഥലം കാലാനുസൃതമായ മാറ്റം വരുത്താൻ അവിടെ അതിനാവശ്യമായ പദ്ധതികളുണ്ട്, പണി നടക്കുന്നുണ്ട്.
എപ്പോഴും അല്ല ഒരു കാര്യം ചന്ദ്രേടൻ പറയുന്നത് 1979 കാര്യങ്ങള് അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഉണ്ടായ കാര്യം. ഇപ്പൊ ചന്ദ്രേടൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലം. പക്ഷെ ഈ കാലഘട്ടത്തിലെ ചന്ദ്രേടൻ പറയുമ്പോ അപ്പൊ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നടപ്പിലാക്കും, അങ്ങനെയാണ് പറയാൻ പറ്റുള്ളൂ. നടപ്പിലാക്കും എന്ന് ഞാൻ പറഞ്ഞ നടപ്പിലാക്കും, കണ്ടന്റ് ചെയ്യാം എന്ന് പറയുന്നില്ല. ഈ 5 വർഷം എന്ത് ചെയ്തു എന്നുള്ള ചോദിക്കുമ്പോൾ ഇല്ല. ചന്ദ്രേട്ടാ, ആദ്യം പഞ്ചായത്തിന്റെ കാര്യങ്ങൾ, പഞ്ചായത്തിന്റെ ഗ്രൗണ്ടിന്റെ കാര്യങ്ങൾ സംസാരിച്ചു, നമ്മുടെ ആശുപത്രി കെട്ടിടത്തിന്റെ കാര്യങ്ങൾ അതിന് മുന്നേ പഞ്ചായത്ത് ചെയ്തതുമായ ഈ കാർഷിക മേഖലയിലേക്ക് ആദ്യം ഒന്ന് കടക്കാം. കാർഷിക സംസ്കൃതിയാണ് വല്ലച്ചെറിയുടെ നട്ടെല്ലെന്ന് പറയുന്ന കാർഷിക മേഖലയാണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് ആദ്യം ചർച്ചയുടെ 2ാം ഘട്ടത്തിലേക്ക് പോകാം. ക്ഷീരഗ്രാമമായി നല്ല രീതിയിലൊരു പ്രവർത്തനമൊക്കെ കാഴ്ചവെക്കാനായിട്ട് ശ്രമിച്ചു. യഥാർത്ഥത്തിൽ കാർഷിക മേഖല കഴിഞ്ഞ 5 വർഷം ഉണർവുണ്ടായോ? കാർഷിക മേഖല ഇന്ത്യയിൽ തന്നെ തളർച്ചയിലാണ്, മൊത്തത്തിൽ തളർച്ചയിലാണ്. വല്ലച്ചിറയിൽ പ്രത്യേകിച്ച് കാർഷിക മേഖല ഇന്ന് കാർഷിക മേഖലയില് പറയാൻ സമ്മതിക്കില്ല. കാർഷിക മേഖലയെ സംരക്ഷിച്ചിരുന്നത് കൃഷിക്കാർക്ക് ആശ്വാസം ഉണ്ടായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയുടെ ചില പദ്ധതികളുമായി ബന്ധപ്പെട്ട് അവർ പറമ്പിലും പാടത്തൊക്കെ സഹായിച്ചു കൊടുക്കുന്ന ഇന്ന് ആ പണിമുടക്ക് നിർത്തലാക്കി. കൃഷിക്കാരനൊരു സഹായമില്ല. പറമ്പിൽ മാടണ്ട. തൊഴിലുറപ്പ് പദ്ധതി ഉണ്ട്, കാശേലുണ്ട്. പക്ഷെ കേരളത്തിലെ കൃഷിക്കാർക്ക് അതുകൊണ്ട് ഗുണമില്ല. ആ ഗുണമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. ഇത് പറയാൻ ഇവരില്ലല്ലോ, ഇവര് പറയില്ലല്ലോ. ഞാൻ ചോദിക്കണ വെള്ളമൊക്കെ ഉണ്ട് അവിടെ. എല്ലാ വർഷങ്ങളും ഇനി 2 കാര്യം കൂടെ പറയാണ്ട് കടന്നു പോയിട്ടില്ല. എല്ലാ വർഷകാലവും വേനൽക്കാലവും. കാരണം അവിടുത്തെ പ്രശ്നങ്ങൾ ഇപ്പോഴും തീരില്ല. അവിടുത്തെ മോട്ടറുകൾ മാറ്റണം. ചാപ്പക്കാരുമായി ഒരുപാട് വിഷയങ്ങൾ അല്ല, മിക്ക വിഷയങ്ങളും ഞാൻ കഴിഞ്ഞ വർഷം UDF-ഉം ഭാരതീയ ജനതാ പാർട്ടിയും മുന്നോട്ട് വയ്ക്കുന്ന കഴിഞ്ഞ 5 വർഷം കാർഷിക മേഖല തകർന്നു പോയി. ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ല, നമ്മുടെ അവിടെ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നല്ലേ. അതാ ഞാൻ പറഞ്ഞത്. ഇവര് പറഞ്ഞ ഞാൻ പറയട്ടെ, ഒരു മോട്ടോർ മേടിച്ച അങ്ങനെ നക്കാപ്പിച്ച കാര്യങ്ങളല്ല വിഷയം. അടിസ്ഥാന സൗകര്യമാണ്. അങ്ങനെ പറയരുത്, അത് മോശമായുള്ള വാക്കാണ്. അടിസ്ഥാന സൗകര്യങ്ങള് അവിടെ ചാപ്പക്കായ് പാടശേഖരത്ത് ഇന്ന് കോൾ നിലങ്ങളിൽ കിട്ടുന്ന ബെനിഫിറ്റ് കർഷകർക്ക് കിട്ടണമെന്നാവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട MLA അസംബ്ലിയിൽ അവതരിപ്പിക്കുകയും ചോദ്യം കൊടുക്കുകയും പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി വല്ലച്ചിറ ഈ പ്രദേശങ്ങളിലെ കോൾ നിലങ്ങളിലെ സബ്സിഡി ആനുകൂല്യങ്ങളും കൊടുക്കുന്ന രീതിയിലേക്ക് ചാപ്പക്കായലെത്തി. ചാപ്പക്കായൽ കൃഷിക്കാർക്ക് ബെനിഫിറ്റ് കിട്ടും. ഒന്നും ചെയ്യാത്തതുകൊണ്ടാണോ കിട്ടിയത്? കേരള നിയമസഭയ്ക്കകത്ത് ആരെങ്കിലും പറഞ്ഞോ അത് കൊടുക്കണമെന്ന് പറഞ്ഞോ? കോൾ നിലങ്ങളില് കരനിലങ്ങളിലുള്ള കോൾ നിലങ്ങൾക്ക് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് എത്ര കർഷകര് കൃഷിയിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട്? കൃഷിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാ. എന്തുകൊണ്ട്? ഈ ആരോപിക്കുന്ന ആരോപണങ്ങളടക്കം അവിടെ അടിസ്ഥാന സൗകര്യങ്ങളടക്കം വെള്ളം, വിത്ത്, വളം എല്ലാം അവർക്ക് കൃത്യമായിട്ട് എത്തിച്ചു. വിത്തും വളം അവിടെ കിട്ടും. കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടും. വിത്ത് കിട്ടും, വളം കിട്ടും. അതിന്റെ വെള്ളം കിട്ടാത്തല്ല പ്രശ്നം. അവിടെ നെല്ലിന്റെ പൈസ കിട്ടാത്ത പ്രശ്നം. നെല്ലിന്റെ പൈസ ആരാണ് കൊടുക്കേണ്ടത്? നെല്ലിന്റെ പൈസ കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. 28 രൂപ നെല്ലിന്റെ പൈസയിൽ 25 രൂപ കേന്ദ്രം കൊടുക്കേണ്ടതാ. കൊടുക്കണില്ല. അതാ പ്രശ്നം. അപ്പൊ ഈ 3 രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കാതെ. ഈ 3 രൂപയ്ക്കല്ല സംപ്രശ്നം. 28 രൂപയ്ക്ക് 25 രൂപ തരില്ല. 25 രൂപ തരില്ല. കേരളത്തിൽ പാട്ടല്ലേ, കേരള കൃഷിക്കാർക്ക് തരില്ല, ഒരു പൈസ കൊടുക്കില്ല. പിന്നെ അതാണ് ഇപ്പൊ കോളിന്റെ സമരം. നെല്ലെടുത്തുകൊണ്ട് പോയിട്ട് അവന് പൈസ കിട്ടണമെങ്കിൽ ബാങ്കിൽ നിന്ന് പോയിട്ട് അവന് ബാങ്കിനല്ലാന്ന് അവന് ലോൺ കൊടുക്കുന്ന പോലെയാണ് കൊടുക്കുന്നത്. ഇങ്ങനെയല്ല. 25 രൂപ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണില്ല. താങ്ങുവില അതാണ് കൊടുക്കണേ. അത് കൊടുക്കണ്ട്. അതിനല്ല തർക്കം. നെല്ലിന്റെ വില കേന്ദ്ര ഗവൺമെന്റ് കിട്ടണ പൈസ കിട്ടുന്നില്ല. നടക്കണം. ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് അവർക്ക് പൈസ കിട്ടുന്നത്. അത് എങ്ങനെ? ബാങ്കിൽ പോയിട്ട് സൈൻ ചെയ്യണം. ബാങ്കിൽ പോയി സൈൻ ചെയ്യുന്നത് ഞാൻ ചോദിക്കട്ടെ, ഇത് സെൻട്രൽ ഗവൺമെന്റ് ഓർഡറാണ്. ഇതിങ്ങനെ ചെയ്യണമെന്ന ഓർഡറാണ്. കൃഷി വകുപ്പിന്റെ ഡിപ്പാർട്ട്മെന്റ് ഒപ്പിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വീട് കൊടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. വീട് കൊടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി PMGയുടെ വീട് കൊടുക്കുന്നുണ്ട്. ഈ വീട് കൊടുക്കുമ്പോൾ 72,000 രൂപ. പക്ഷെ എന്തൊരു കഷ്ടമാണ്. 72,000 രൂപയുടെ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കണേ. ബാക്കിയുള്ള കാശ് 4 ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണേ. പക്ഷെ ആ കാശ് 72,000 രൂപ കിട്ടണമെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട മോഡിയുടെ ഫോട്ടോ വെച്ച് പേരെഴുതി കൊടുത്താലേ കിട്ടുള്ളൂ.
കാശ് 4 ലക്ഷം കൊടുക്കുന്നതിന് കിട്ടില്ല. ഇതാണ് അതിന്റെ പക്ഷഭേദം. വല്ലച്ചിറയിലേക്ക് വരാം. കഴിഞ്ഞ 3 പേർക്ക് അവസരം തരാം. കഴിഞ്ഞ 5 വർഷം ചന്ദ്രേട്ടാ, കഴിഞ്ഞ 5 വർഷം കാർഷിക മേഖലയ്ക്ക് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് എന്തെല്ലാം മികച്ച നല്ല അഭിവൃദ്ധി. ക്ഷീരഗ്രാമം എടുത്തു പറയേണ്ട കാര്യമാണ്. ക്ഷീരഗ്രാമം എടുത്തു പറയേണ്ട കാര്യമാണ്. അവിടെ നല്ല രീതിയിൽ പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. ബാക്കി ചാപ്പക്കായലാണ് അവിടെ നെൽകൃഷി മേഖല ഉള്ളത്. ശരി, നന്നായിട്ട് നടന്നിട്ടുണ്ട്. ശരി. വെള്ളം കിട്ടും അവിടെ. അവിടെ ഒരു മിനിറ്റ്, അവിടെ പുതിയ പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുക. നേരത്തെ പറഞ്ഞല്ലോ 2 പുഴയുണ്ടെന്ന്. ഈ മണലി പുഴയിൽ നിന്ന് വരുന്ന പീച്ചയിൽ നിന്ന് വരുന്ന വെള്ളം നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. മറ്റു പുഴയിൽ നിന്ന് നമ്മൾ വെള്ളം അടിച്ചു കയറ്റാനും മോട്ടോർ വെക്കാനും വേണ്ടി പദ്ധതിയിട്ടുണ്ട്. പഞ്ചായത്തിലെ ക്രിയാത്മകമായിട്ട് കാർഷിക മേഖലയെ താങ്ങും തണലും നൽകിയിട്ടുണ്ട്. ചാപ്പക്കായല് കൃഷിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പാടശേഖര കമ്മിറ്റിന്റെ നിരന്തരം ഇവരുമായിട്ട് എന്താ പറയുക വഴക്ക് കൂടാറുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ വിഷയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ചീപ്പ് പോലുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മോട്ടർ ഇത്തരം സൗകര്യങ്ങളാണ് ഏറ്റവും പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത്. ഇത് ചെയ്യാതെ വേറെ എന്തോരം കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രാഥമികമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും അടുത്ത് വേണ്ടത് ഇത്തരം സംവിധാനങ്ങൾ. ശരി, കൃഷിക്കാർക്ക് വേണ്ടി ചന്ദ്രേട്ടൻ പറഞ്ഞ് ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. വെള്ളം പോലും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ ക്യാമറ നമ്മുടെ പഞ്ചായത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള കമ്മ്യൂണിറ്റികളോട് തിരിച്ചു കഴിഞ്ഞാൽ വ്യക്തമാവും ഞാൻ പറയുന്നത് ശരിയാണോ ശരിയല്ല. കർഷകൻ ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരു കാർ ഷെഡിലാണ്. ആ കർഷകനെ ഇവരെ ഏത് നിലവാരത്തിലാണ് കാണുന്നത്? ഒരു കാർ ഷെഡിൽ ഇത്ര 3 സ്ഥലത്താണ് അവൻ ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്. അപ്പൊ കർഷകനെ ഏത് നിലവാരത്തിലാണ് കാണുന്നത് എന്നാണ് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്. കർഷകനെ രക്ഷിക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് പറയുമ്പോൾ അവൻ ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നം വിൽക്കാനുള്ള സംവിധാനം പോലും ഇല്ല. അങ്ങനെ തിരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാവുന്ന കാര്യം ഞാൻ പറയാം. വല്ലച്ചിറയിൽ ഇപ്പൊ കാണുന്ന കൃഷി നില ഉണ്ടല്ലോ, അത് ഞങ്ങള് ജീവൻ കൊടുത്ത് സംരക്ഷിച്ചതാ. എന്താ കാരണം? മണ്ണെടുപ്പായിരുന്നു. നിങ്ങൾ നോക്ക്, അക്കരപ്പാടം പാടങ്ങൾ മുഴുവൻ നടന്നു നോക്ക്, മണ്ണെടുത്ത് വിൽക്കലായിരുന്നു. ഈ മണ്ണെടുത്ത് വിറ്റിരുന്നാരാ? മണ്ണുകളുടെ മാഫിയക്കാരാ. ചാപ്പക്കായൽ മണ്ണ് നമ്മൾ അതുകൊണ്ട് വീണ്ടും ചന്ദ്രേട്ട കൃത്യമായിട്ട് വിഷയമുണ്ടല്ലോ. 5 വർഷം പറയും ഈ ചാപ്പക്കായൽ സംരക്ഷിച്ചതിന് ബിജെപിക്ക് എന്താ പങ്ക്? ഈ ചാപ്പക്കായൽ സംസാരിച്ചതിന് ബിജെപിക്ക് എന്താ പങ്ക്? ഒരു പങ്കുമില്ല. കാരണം മണ്ണെടുത്ത് വെക്കാൻ വന്നപ്പോ തടഞ്ഞോണ്ടാ ചാപ്പക്കായലുണ്ടായ മണ്ണ് കച്ചവടം അനുവദിക്കില്ല. അതുപോലെ വലച്ചിറയിൽ അതുപോലെ വേണ്ട ഒരു ആവശ്യമാണ്. ഞാൻ പറയാം, ഇവിടെ തന്നെ നിങ്ങളുടെ തന്നെ ചാനലുകാർ തന്നെ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ വളരെ വാഴ്ത്തുപാട്ട് പാടിയിട്ടാണ് വരവേറ്റിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതിയായി ഒരു ഗ്രന്ഥശാല പ്രവർത്തന രംഗത്ത് നിന്ന് കടന്നു വന്നിട്ടുള്ള എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ഒരു സ്ഥലം എന്ന് പറയുന്നത് വല്ലച്ചിറ എന്ന് പറയുന്നത് സാഹിത്യകാരന്മാരുടെ, സാംസ്കാരിക നായരുടെ, ഒരുപാട് എഴുത്തുകാരുടെ, അഷ്ടമൂർത്തിയെ പോലുള്ള, അരവിന്ദ മല്ലച്ചിറയെ പോലുള്ള അങ്ങനെ ഒരുപാട് എഴുത്തുകാരുടെ ഒക്കെ വലിയ ഒരു ലോകം. ആ ലോകത്ത് ഇനി പുതിയ കുട്ടികൾ വേണ്ടേ? പുതിയ കുട്ടികളെ വേണ്ടേ എന്നതാണോ പഞ്ചായത്തിൻ്റെ തീരുമാനം? കാരണം അത്തരം മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ പക്ഷേ പുതിയ കുട്ടികൾക്കായിട്ട് ഒരു പബ്ലിക് ലൈബ്രറിയോ അല്ലെങ്കിൽ അതുമായി കുട്ടികൾക്ക് പുതിയ മേഖലകളെ കണ്ടെത്താനുള്ള റെഫറൻസ് അടക്കമുള്ള ഒരു വലിയ ഒരു ഹൈടെക് ലൈബ്രറിയൊക്കെ ആകാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഒരു പബ്ലിക് ലൈബ്രറിയെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല? നല്ല വിഷയം. അതൊക്കെ വെറുതെ പറയാം. ഞങ്ങളെന്നാലും അത് ഒരു അതുപോലെ തന്നെ ഞാനൊരു സാംസ്കാരിക പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, ഞാൻ സാംസ്കാരികമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, ഞാൻ അടങ്ങുന്ന മേഖല അങ്ങനെയുള്ള മേഖലയിൽ ഓണാഘോഷം 1962 തുടങ്ങി 62 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓണാഘോഷം, ഗ്രാമോത്സവം, ഇത്തരം മേഖലകളിൽ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു തുടർ പഠന കേന്ദ്രം, കലാപഠന കേന്ദ്രം അല്ലെങ്കിൽ കലാ കായിക പഠന കേന്ദ്രമാണ് ഒരു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവരണം. കാരണം ആ പഞ്ചായത്ത് പറയുന്നത് ഇല്ല. ആ പഞ്ചായത്ത് എന്ന് പറയുന്നത്, വല്ലച്ചിറ പഞ്ചായത്ത് എന്ന് പറയുന്നത്, ഇവരുടെ മുൻ മിനിസ്റ്റർ അടക്കമുള്ളവർ പറയാ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്നത് തൃശ്ശൂരെങ്കിൽ സാംസ്കാരിക ഗ്രാമം എന്ന് പറയുന്നത് വല്ലച്ചിറ എന്ന് പറയുമ്പോൾ അത്തരത്തില് ഒരു കലാ കായിക പഠന കേന്ദ്രമൊക്കെ ഇവർക്കാകാമായിരുന്നു. അതൊന്നുമേ ഇല്ല. ആകാമെന്ന് പറയുന്നില്ല. ബഹുമാനപ്പെട്ട NB വിശ്വഭാരതി നിര്യാണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സ്ഥലമെടുത്ത് ഞെരുവശ്ശേരി ഞങ്ങളിത് ഇത്തരത്തിലുള്ള ഒരു കേന്ദ്രം ആലോചിച്ചതാണ്. ആ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ ചില തടസ്സങ്ങൾ വന്നു. മുന്നോട്ട് പോകുന്നതിൽ ചില തടസ്സങ്ങൾ വന്നു. അപ്പോൾ അതവിടെ നിർത്തിവെച്ചതാണ്.
വല്ലച്ചിറ പഞ്ചായത്തിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെയ്യാമെന്ന് പറയുന്നതിൽ ഒരു വായനശാലയും ചെയ്യാമെന്ന് സ്പോർട്സ് പറയുന്നതല്ല, അക്കാദമിയും. പ്രൊജക്ട് എന്ന് പറയുന്നതല്ല, ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലാണ് വലിയ കാര്യം. ഞാൻ ശരി, ചോദിക്കട്ടെ, ശരി, വല്ലച്ചിറ പഞ്ചായത്തിനകത്ത് ഇത്രേ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞു. ശരി, കുറവുകളുണ്ടെങ്കിൽ പറഞ്ഞ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. നമ്മുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്തുണ്ടല്ലോ, അവണിശ്ശേരി പഞ്ചായത്ത് അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അവകാശത്തിൽ പെടുന്നതല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതേപോലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കൊണ്ടു നടക്കുന്നതാണ്. സാധിക്കില്ല. 2019 ആറാട്ടുപുഴ ഒരു ശ്രീമതി, അതായത് പട്ടികജാതി അവരെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് പഠന ഒരു ഫണ്ട് 3.5 കോടി രൂപയിൽ അവരെ പഠിപ്പിച്ച് കരകൗശലങ്ങളും വിവിധ രീതിയിലുള്ള പുതപ്പുണ്ടാക്കൽ അങ്ങനെ വിവിധ രീതിയിൽ പഠിപ്പിക്കാനായിട്ട് പട്ടികജാതിക്കാരെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഒരു പദ്ധതി കൊണ്ടുവരുന്നു. 3.5 കോടി രൂപ. അതിന്റെ അവസ്ഥ എന്താ ചന്ദ്രേട്ടാ? അപ്പോൾ അതിന്റെ അവസ്ഥ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അത് പണിയുന്ന സമയത്ത് ടെൻഡർ ചെയ്തു. സ്റ്റേറ്റ് 2019 ഒരു 2019 തുടങ്ങിയതാണ്. 2019 ടെൻഡർ ചെയ്ത് 3 കോടി രൂപ വെച്ച് ടെൻഡർ ചെയ്തു. ഈ ടെൻഡർ ചെയ്തപ്പോ പണി നടത്താൻ ചില തടസ്സങ്ങൾ വന്നു. അവര് ഡിപ്പാർട്ട്മെന്റ് ബ്ലോക്ക് ചെയ്തതാ. ഇപ്പൊ അത് പണിയാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു സംഭവം ഞാൻ പറയാം. നേരത്തെ പഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധി പറഞ്ഞു, അതായത് ഇളംകുന്നിന്റെ മുകളിൽ 6 ഏക്കർ ഭൂമി പഞ്ചായത്തിന് വീണ്ടെടുക്കാനുണ്ടെന്ന്. ഇതേപോലത്തെ ഒരു അതേസമയം അവിടെ 6 ഏക്കർ ഭൂമി പഞ്ചായത്ത് വാട്ടർ അതോറിറ്റിയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് വാട്ടർ അതോറിറ്റിക്ക് 17 പഞ്ചായത്തുകൾക്കും തൃശ്ശൂർ കോർപ്പറേഷനിലേക്കും വെള്ളം പമ്പ് ചെയ്യാനുള്ള ഇതിന് വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റിക്ക് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 4.95 ഏക്കർ സ്ഥലം. അത്രയും സ്ഥലമാണ് അവർ വാങ്ങിച്ചിട്ടുള്ളത്. വളരെ വില കുറഞ്ഞ ഭൂമിയിലാണ് ഭൂമി വലിയ പൈസ കൊടുത്ത് വാങ്ങിച്ചു എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾക്കെല്ലാം അറിയാം. അതേസമയം ആ സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്ത് അതേ ഭാഗം തന്നെ പരിസ്ഥിതി ലോല പ്രദേശം എന്ന് പറഞ്ഞ് അവിടെ വലിയ തരത്തിലുള്ള സമരമുറകളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ തൊട്ട് 50 മീറ്റർ അപ്പുറത്താണ് ഈ 4.95 ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് വലിയ ആരോപണങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനമായി പറഞ്ഞു, പഞ്ചായത്തിന്റെ ഓരോ മേഖല, കാർഷിക മേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖലയിലേക്ക് എടുത്തുപോയപ്പോൾ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ചർച്ച ചെയ്തു. ഇതെല്ലാം ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഒരു പുതിയ തെരഞ്ഞെടുപ്പിലേക്കായിട്ട് തിരക്കു നമ്മൾ മേഖലയെ കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞോളൂ. നമ്മൾ വസ്തുതകളെ വളച്ചൊടിച്ചിട്ട് കാര്യമില്ല. അവിടെ പുളിക്കര വീട്ടുകാരാണ് ഒരു ചെറിയ ഡിസ്പെൻസറി സർക്കാരിന് കൊടുത്തത്, ഫ്രീ ആയിട്ട് പണിത് കൊടുത്താണ്. ഒരു സ്ഥലവും കെട്ടിടും. അതൊരു സബ് സെൻ്റർ ആയിരുന്നു. ഒരു സബ് സെൻ്റർ, ഒല്ലൂർ ഹെൽത്ത് സെൻ്ററിൻ്റെ കീഴിലുള്ള ഒരു സബ് സെൻ്റർ ആയിരുന്നു. ഒരു ഡോക്ടർ ഉച്ചയ്ക്ക് വരും, ഒരു നഴ്സും ഒരു അറ്റൻഡറുള്ള ഒരു സബ് സെൻ്റർ ആയിരുന്നു. ആ സബ് സെൻ്ററിൽ പല കാലഘട്ടങ്ങളിലും കിടത്തി ചികിത്സ, രാഷ്ട്രീയ ചില കാര്യങ്ങളൊക്കെ വന്നിട്ട് പലരും ചെയ്യാറുണ്ട്. അവിടെ കോർപ്പറേഷൻ വന്നപ്പോൾ കോർപ്പറേഷൻ്റെ ഭരണകേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഒല്ലൂർ ഹെൽത്ത് സെൻ്റർ ഏറ്റെടുത്തു. കോർപ്പറേഷൻ പോയി. ഇത് അനാഥനായപ്പോൾ ഞാനന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ഞാനന്ന് തീരുമാനമെടുത്ത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇവിടുത്തെ അന്നത്തെ കോൺഗ്രസിൻ്റെ ആരോഗ്യമന്ത്രി ഒരു രാമകൃഷ്ണൻ നായർ ഉണ്ടായിരുന്നു, വയനാട്ടുകാരൻ. ആ പുള്ളിയുടെ അടുത്ത് നിന്ന് എനിക്ക് പരിചയമുള്ള ഞാൻ ചെന്ന ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് സ്പെഷ്യൽ ഓർഡർ വന്നു. ആ ഓർഡർ വന്നിട്ടാണ് 3 ഡോക്ടറെയും ആളുകളെയും വെച്ച് ഈ ആശുപത്രി ഡെവലപ്പ് സ്വതന്ത്രമായ PHC ആക്കി നമുക്ക് ഓർഡർ വന്നു. അദ്ദേഹത്തെ തന്നെ വിളിച്ച് നമ്മൾ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ ആശുപത്രി അടങ്ങുന്നത്. അല്ലാണ്ട് ആശുപത്രി മുമ്പുണ്ടായിരുന്ന ആശുപത്രിയുടെ ഒരു സൗകര്യം നമ്മൾ കുറച്ചിട്ടില്ല. ആശുപത്രി നല്ല രീതിയിൽ അതേപോലെ നല്ല അവിടെ 3 ഡോക്ടേഴ്സ് ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്, ഹെൽത്ത് സെന്റർ ഉണ്ട്. അവിടെ ഹെൽത്ത് സെന്റർ മുമ്പുണ്ടായിരുന്നില്ല. അവിടെ ഹെൽത്ത് സെന്റർ ഉണ്ടായിരുന്നില്ല. PHC ഉണ്ട് അവിടെ എല്ലാ സൗകര്യവും. ഉച്ചയ്ക്ക് ശേഷം അവിടെ രോഗികള് ബുദ്ധിമുട്ടുന്നതിന്റെ ഭാഗമായി അവിടെ പഞ്ചായത്തിൽ ഡോക്ടറെ വെച്ചിട്ടുണ്ട്. ഇപ്പോ പഞ്ചായത്ത് നേരിട്ട് ശമ്പളം കൊടുത്തിട്ട് വെച്ചാണ് ആശുപത്രിയിൽ മാന്യമായ രീതിയിൽ ആളുകൾ വരുന്നുണ്ട്. ഏകദേശം 400 OP ഒരു ദിവസം. ചെയർമാനുണ്ടല്ലോ, പാർലമെന്റുണ്ടല്ലോ, നെന്മണിക്കലുണ്ടല്ലോ, എല്ലാവരും കഴിഞ്ഞ 5 വർഷത്തെ ഏകദേശ ചിത്രം, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ചിത്രം എന്തെന്ന് ഏകദേശം നമുക്ക് ഇവിടെ ബോധ്യമായി. കലാരംഗത്ത് തുടങ്ങി
അതുപോലെ തന്നെ കാർഷിക മേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, സമസ്ത മേഖലയുടെ സ്പർശനം ചെയ്യുമ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പിന്റെ അങ്കത്തട്ട് നിൽക്കുമ്പോൾ ഇടതുപക്ഷ തരംഗം തന്നെ ഈ കുറിയും ഉണ്ടാവുമെന്ന് ഉറച്ച ആത്മവിശ്വാസമുണ്ടോ? ആ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ്? കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ മുന്നോക്കമുണ്ടോ? കേരളത്തിലാകെ തന്നെ വലിയ മുന്നോട്ട് പോകും. വല്ലച്ചറയും ഇടതുപക്ഷം ജയിക്കും. എന്താണ് അടിസ്ഥാനം? 12 സീറ്റ് ജയിക്കും. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ശക്തി തന്നെ നിലവിൽ ചെയ്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനകീയ പ്രശ്നങ്ങളാണ്. അത് വോട്ടായി മാറും. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെ ഗവൺമെന്റ് നടത്തുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികൾ ജനകീയമാണ്. എത്ര പേർക്കാണ് നമ്മൾ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത്? എത്ര പേർക്ക് വീട് കൊടുത്തു? എത്ര പേർക്ക് റോഡുകൾ ഉണ്ടാക്കി? നമ്മൾ നോക്കട്ടെ, ഇതൊക്കെ വന്ന് ജനങ്ങൾ പരിശോധിക്കട്ടെ. റോഡുകൾ, ആശുപത്രി, സ്കൂളുകൾ ഇതൊക്കെ വന്ന് നോക്കട്ടെ. നോക്കുമ്പോൾ വല്ലച്ചിറ എവിടെ ഇരിക്കുന്നു എന്ന് കാണാം. ആ വല്ലച്ചിറയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ഏറ്റവും ഗവൺമെന്റ് നടപ്പാക്കുന്ന നവകേരളത്തിന്റെ പദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വല്ലച്ചിറയും അതുപോലെ തന്നെ പുതിയ വല്ലച്ചിറയായിട്ട് മാറുകയാണ്. ആ മാറ്റത്തിൽ ജനങ്ങൾ നമ്മളോടൊപ്പമാണ്. സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടി സത്യസന്ധമായ ഇടപെടൽ പാർട്ടിയും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും നടത്തുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഗുണമാണ്. അതുപോലെ കോൺഗ്രസിനോ അതുപോലെ തന്നെ BJPക്കോ യാതൊരുവിധ അടിവേരുമില്ലാത്ത ഇവരെ അംഗീകരിക്കാൻ ഇന്നത്തെ അവിടുത്തെ ജനം തയ്യാറല്ല. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ്. ശക്തമായൊരു പ്രതിപക്ഷ നിലയ്ക്ക് കഴിഞ്ഞ വർഷത്തെ എത്ര കഴിഞ്ഞ 5 വർഷം എടുത്തു നോക്കിയാൽ ഏതെങ്കിലും സമരത്തിലൂടെ നിങ്ങൾ മുൻപിലേക്ക് വന്നിട്ടുണ്ടോ? പ്രതിപക്ഷം എന്ന രീതിയിൽ തീർച്ചയായിട്ടും മുന്നിലേക്ക് വന്നിട്ടുണ്ട്. എത്ര സമരങ്ങൾക്ക് വന്നിട്ടുണ്ട്? ഏതെല്ലാം സമരങ്ങൾക്ക് വന്നിട്ടുണ്ട്? ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 4.95 ഏക്കർ ഭൂമി വാങ്ങിച്ചതിൽ പല വലിയ ഒരു അഴിമതിയാണ് നടന്നിട്ടുള്ളത്. 185 കോടി രൂപയുടെ പ്രൊജക്റ്റാണത്. ആ പ്രൊജക്റ്റ് ഉപയോഗിച്ച് പല ഭൂമികളുമാണ് സർക്കാരിലേക്ക് വാങ്ങിച്ചു കൂട്ടിയത്. അതിൽ ഇടനിലക്കാരും അതുപോലെ ഒത്തിരി ആളുകൾ അതിൽ ഇടപെട്ടിട്ടുണ്ട്. അത് വലിയ അഴിമതിയാണ് അതിൽ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്തൊരു സമരം ചെയ്തു. അതുപോലെ നമ്മുടെ മിനി ഗ്രൗണ്ടുമായിട്ട് ഉള്ള പ്രശ്നങ്ങളിൽ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ അടുത്ത് ഞാൻ പറയാം, ഒരു ചാലുമായി ബന്ധപ്പെട്ട് പട്ടിശല്യവുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ പ്രക്ഷോഭങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ഈ അടുത്ത് ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വല്ലച്ചിറ പള്ളി കഴിഞ്ഞ് ഞങ്ങളുടെ ഈ ചാത്തോടം എത്തുന്നത് വരെ ഒരു ചാലുണ്ട്. ആ ചാലിന് നടുക്കാണ് പോസ്റ്റ്. ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ പ്രക്ഷോഭമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഈ ചാലിന് നടുക്കിൽ പോസ്റ്റ് വെച്ചത്. ഇത്തരത്തിലെ നിരവധി പ്രശ്നങ്ങളാണ്. ഇനി ഞാൻ പറയാം, നമുക്ക് ക്ഷേമനിധി, ഇവിടെ ക്ഷേമനിധിയെ കുറിച്ച് നമ്മുടെ ഒരു ക്ഷേമനിധി അടയ്ക്കാനായിട്ട് 32 മാസത്തെ പൈസയാണ് കൊടുക്കാറുള്ളത്. 32 മാസത്തെ ക്ഷേമനിധി, കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി കൊടുക്കാനായിട്ട് എന്നോട് വന്ന് പറഞ്ഞ ശങ്കുരുട്ടി ആപ്പ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ശങ്കുരുട്ടി പാപ്പന്മാരുള്ള നാടാണ് വല്ലച്ചിറ. അപ്പൊ അവിടെ തീർച്ചയായിട്ടും UDFന്റെ നിലപാടുണ്ട്. UDFന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഗോദാവരിയിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളിലുള്ള ഏറ്റവും വലിയ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട്? തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ ഡിബേറ്റിൽ ആദ്യം പറഞ്ഞു ഞാൻ, ഇത് വലിയ ആശ്വാസമാണ് ജനങ്ങൾ. കാരണം ഈ ഭരണം കഴിഞ്ഞ് കിട്ടിയല്ലോ എന്ന് വിളിച്ചിട്ടുള്ള വലിയ ആശ്വാസം. കാരണം അത്രയും മോശമായ രീതിയിൽ ഇപ്പോൾ നേരത്തെ ഇവിടെ ഡിബേറ്റിൽ പറഞ്ഞ പോലെ ചന്ദ്രേട്ടൻ പറഞ്ഞു, ഒക്കെ ചെയ്യാം, സാധിക്കും, നടപ്പിൽ വരുത്തും എന്നുള്ള വാക്കുകളാണ്. അതിലൊക്കെ നമുക്കറിയാം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ളത് ജനങ്ങൾക്ക് വളരെ കൃത്യമാണ്. അതിൻ്റെ വലിയ അർത്ഥമാണ് ഈ വ്യാപാരി വ്യവസായികളുമായി പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ അല്ല, എനിക്ക് പറയണ്ടേ? ചേട്ടൻ പറഞ്ഞോളൂ അല്ലേ? ചേട്ടൻ പറഞ്ഞോളൂ. അപ്പൊ എനിക്ക് പറയണം, ചേട്ടൻ പറയണേ, എനിക്ക് പറയണം, എനിക്ക് അവകാശം. അപ്പൊ ഇത്തരത്തിലുള്ള ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് ഇലക്ഷന് നേരിട്ടുള്ളത്. ഉള്ളിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി. എങ്ങനെയാണ് താമര വിരിയുമോ? 100%. എങ്ങനെയാണ്? എന്താണ് അതിന്റെ അടിസ്ഥാനം? കർഷകർ നിരാശരാണ്. കർഷകർ നിരാശരാണ്. ഈ വല്ലച്ചിറ പഞ്ചായത്തിന് മൊത്തം അവർ ആരോഗ്യരംഗത്തായാലും ചികിത്സാ സംവിധാനങ്ങൾ പരാജയത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ നിരവധി ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ 1520 വോട്ട് പുതിയ വോട്ടെന്നെ BJP അടിസ്ഥാനപരമായിട്ട് വല്ലച്ചിറ പഞ്ചായത്തിൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. 9 വാർഡ് BJP ഇവിടെ ജയിക്കുന്നത്. 9 വാർഡ് ബേസ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ വർക്ക് ഇപ്പോൾ നടക്കുന്നത്. അതിനുള്ളിൽ ഇപ്പോൾ 2 വാർഡ് കൂടി പുതിയതായിട്ട് ഇപ്പോൾ കയറി വരും. നമ്മുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ BJPയുടെ ഒപ്പമാണ്. കഴിഞ്ഞ പ്രാവശ്യം 3 വാർഡ് ഒരു ഡിവിഷനാണ് ജനങ്ങൾ ഞങ്ങൾക്ക് തന്നത്. നിസാര വോട്ടിനാണ് 7 വാർഡ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ചന്ദ്രേട്ടൻ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ആൾ പറയുന്ന പോലെ BJPക്ക് പിന്നെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഒട്ടനവധി പദ്ധതികൾ, കർഷകർക്ക് കൊടുക്കുന്ന പ്രോത്സാഹനം 6000 രൂപ, അതുപോലെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സപ്പോർട്ടുള്ള പദ്ധതികൾ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലുണ്ടോ? ചന്ദ്രേട്ടൻ ചോദിച്ച ചോദ്യം തന്നെ എന്താ മനസ്സിലായില്ല?
അവിടെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതി എന്ന് പറയാനായിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ അല്ല, കേന്ദ്രം കൊടുക്കാത്ത പൈസ ഏതുള്ളത്? അംഗൻവാടി കുട്ടികൾക്ക് പോഷകാഹാരം കൊടുക്കുന്ന കേന്ദ്രം, ഭക്ഷണം കൊടുക്കുന്ന കേന്ദ്രം, വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നു. കേന്ദ്രം കൊടുക്കാത്ത പദ്ധതി ഏതാ ഉള്ളത്? ഒന്നുമില്ല. അപ്പൊ ജനങ്ങൾക്ക് അത് ബോധ്യമുണ്ട്. കർഷകർക്ക് 1000 രൂപ തൊഴിലുറപ്പ് പദ്ധതിക്ക് കേന്ദ്രം പൈസ കൂട്ടി 330 രൂപ ആയിരിക്കുന്നു. അത് 500 ആക്കുമെന്ന് കേന്ദ്രം പറയുന്നു. കേന്ദ്രം കൊടുക്കാത്ത ഒരു പദ്ധതി പോലും മത്സരമില്ല എന്ന സത്യം ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു. ജനങ്ങൾക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് 9 വാർഡ് ശക്തമായ ഒരു വേരോട്ടം ഭാരതീയ ജനതാ പാർട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട്. അവിടെ 5 വർഷം കൊണ്ട് ശക്തമായ ഒരു പ്രവർത്തനത്തിലൂടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേർപകുതി വോട്ടാണ് BJPക്ക് അവിടെ കിട്ടിയത്. 7000 വോട്ടാണ് BJP കിട്ടിയത്. 7000 വോട്ടാണ് കഴിഞ്ഞ ലോക്സഭയിൽ കിട്ടിയത്. ആ വോട്ടിട്ട് ഈ പ്രാവശ്യം കൂടും. എല്ലാ വാർഡിലും 9 വാർഡ് പറഞ്ഞത് ഇപ്പൊ 11 വാർഡിലേക്ക് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട UDF-നുള്ളിൽ എന്തെങ്കിലും ആശങ്കകളുണ്ടായിരുന്നു? മത്സരം ഭരിച്ചിരിക്കും. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഒരു ആശങ്കയുമില്ലാത്ത ചെറുപ്പക്കാരടക്കം പങ്കെടുപ്പിച്ചിട്ടുള്ള വലിയ നല്ലൊരു നിരയാണ് സ്ഥാനാർത്ഥികളായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം പല ചെറുപ്പക്കാരും ഇല്ലാതെയാണ് പല മുന്നണികളും സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയും കൃത്യമായിട്ട് ഇടതുപക്ഷത്തിന് എത്രത്തോളം യുവത്വമുണ്ട്? ഇടതുപക്ഷത്തിന് ഈ കുറി എത്രത്തോളം ഇടതുപക്ഷത്തിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇടതുപക്ഷത്തിന്റെ ഒരു ശൃംഖല വലിയ ഒരു അല്ല, അത് യുവത്വത്തിന് പ്രാധാന്യമുണ്ടോ? യുവത്വത്തിന് പ്രാധാന്യം ഉണ്ടല്ലോ. യുവാക്കളുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന് പോലും സീറ്റ് കൊടുത്തില്ല. അവരുടെ സംഘടന വിഷയമാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന് സീറ്റ് കൊടുക്കാതിരുന്ന അതൊന്നല്ല കാരണം. പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറയാം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിഷയം അദ്ദേഹത്തിന് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് നിന്നിരുന്ന ഒരാളെ വാർഡിൽ നിർത്തേണ്ടതില്ല എന്നൊരു കാഴ്ചപ്പാടിന് പുറത്താണ് സീറ്റ് കൊടുക്കാതിരുന്നത്. ജില്ലാ പഞ്ചായത്തില് നിന്ന് കഴിഞ്ഞ പ്രാവശ്യം മെമ്പറായിട്ടുള്ള ആള് ഇപ്പൊ വാർഡിലെ മത്സരിക്കണേ അല്ല, ഇവിടെ വാർഡിലെ മത്സരിക്കുന്ന അന്വേഷിച്ചാൽ മതി. എവിടെ ബ്ലോക്ക് സ്ഥാനാർത്ഥികൾ കൊടുത്തില്ല. ചന്ദ്രേട്ടാ, BJP ആരോപിക്കുന്ന ഒരു ആരോപണം അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്നത് നിന്ന് കഴിഞ്ഞാൽ തോറ്റുപോയേക്കും എന്നുള്ളൊരു അതല്ല. അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആള് അവിടെ നമുക്ക് അടുത്ത സ്റ്റേജിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കൊടുക്കണം, നല്ല പോസ്റ്റിൽ കൊടുക്കണം എന്ന് വിചാരിച്ചാൽ മാറ്റി നിർത്താൻ. അല്ലാതെ പാർട്ടിക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കാം. അല്ല, അങ്ങനെ നിഷേധിച്ചു കഴിഞ്ഞു. ഇല്ല, അങ്ങനെ അദ്ദേഹം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ അങ്ങോട്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാരവാഹിയാണ്. തെരഞ്ഞെടുപ്പ് വർക്കിന് 12-14 ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചയിലൂടെ ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചോണ്ടിരിക്കും. സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. കഴിഞ്ഞ 5 വർഷം നിന്നിരുന്ന ഒരു വ്യക്തിക്ക് വീണ്ടും ആ രംഗത്തേക്ക് അത് അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റായി നിന്ന ആള് വേണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഞങ്ങള് തൽക്കാലം മാറ്റി. അല്ല, ഒരു അഴിമതി ആരോപണം അദ്ദേഹത്തെ കുറിച്ചില്ല, ഒരു ചീത്ത സ്വഭാവമില്ല. പിന്നെന്താ പ്രശ്നം? അല്ല, ഞാൻ ചോദിക്കണം, അങ്ങനെ ചെയ്യുന്ന ആളല്ല. ഈ കുറി വല്ലച്ചിറ ചൂട് പിടിക്കും. കഴിഞ്ഞ മുൻകാലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരു സ്ഥാനത്തല്ല, മുൻകാലങ്ങളിലുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ കാഴ്ചപ്പാടിലല്ല. ചന്ദ്രേട്ടൻ പറയുന്നത് 1900 എന്നുള്ള കാലഘട്ടമല്ല. കാലഘട്ടം മാറിയിട്ടുണ്ട്. ജനങ്ങളുടെ ചിന്താഗതി മാറിയിട്ടുണ്ട്. ചിന്താശാലങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരുപാട് യുവത്വങ്ങൾ വരുന്നുണ്ട്. പുതിയ നിഷ്പക്ഷമായ വോട്ടുകൾ നിർണായക ഘടകമായിട്ട് വരില്ലേ? പുതിയ വോട്ടുകൾ നിർണായക ഘടകമായി മാറും. പുതിയ വോട്ട് ചേർത്താലും പകുതി വോട്ട് BJP ചേർത്തുണ്ടോ? BJP ചേർത്തട്ടെ, ചേർത്ത ആളുകൾ എന്തായാലും അത് ചേർത്താലും ആരും ചേർത്താലും വോട്ടുണ്ടാവും. പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അവിടെ ഒരു തളർച്ചയില്ല. ഇടതുപക്ഷം ജയിക്കും, അധികാരത്തിൽ വരും. നമുക്ക് കാണാം. ത്രിപുരയിൽ തന്നെയാണ് പറഞ്ഞിരുന്നത്, ബംഗാളിൽ തന്നെ പറഞ്ഞിരുന്നത്. അല്ല, ഞങ്ങളുടെ കയ്യിലുള്ള പ്രശ്നം എന്താ വെച്ചാല് കുറെ അടിസ്ഥാന വർഗത്തിന്റെ പോരാട്ടം ഞങ്ങൾ നടത്തണേ. ഞങ്ങളുടെ കയ്യിൽ അദാനി അംബാനിയില്ലല്ലോ. എല്ലാ കാലത്തും ഞങ്ങളുടെ കയ്യിൽ അദാനി അംബാനിയില്ല. രാജ്യത്തിന്റെ സമ്പത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അദാനി അംബാനിയില്ല. ഞങ്ങളുടെ കയ്യിൽ പാവപ്പെട്ട കണ്ണലും കോടനും മുത്തുകാടൊക്കെ ഉള്ളത്. ജനറൽ സീറ്റില് വനിതകളെ നിർത്തേണ്ട ഗതികേടിലേക്ക് വന്നു. അങ്ങനെയൊന്നല്ല. വനിതാ പ്രസിഡന്റ് ഭരണം കിട്ടിയ പ്രസിഡന്റ് ആവാ ഈ ലോകത്തേക്ക് പോകാൻ പറ്റുമോ? വനിത നിർത്തണ്ടേ? തീർച്ചയായിട്ടും അതിൽ പാർട്ടി സംവിധാനം, അത് പാർട്ടിയുടെ സംവിധാനമാണ്. ഇടതുപക്ഷമാണെങ്കിലും UDF ആണെങ്കിലും ഭാരതീയ ജനതാ പാർട്ടി ആണെങ്കിലും പാർട്ടിക്ക് ഒരു സംവിധാനമുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ
പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് ഒരു പരുവായി. അങ്ങനെ ആകരുത് എന്നുള്ള ഒരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ശബരിമല വിഷയം പറയണ്ട, കേരള രാഷ്ട്രീയം പറയാതിരിക്കാൻ നല്ലത്. കേരള രാഷ്ട്രീയത്തിലെ കേരളത്തിലെ ഗവൺമെന്റിന്റെ ചന്ദ്രേട്ടാ ഒറ്റ വാക്ക്. ഇപ്പൊ ഇത് ഉന്നയിച്ചുകൊണ്ട് എന്തായാലും നമ്മുടെ സമയപരിമിതിയിലേക്ക് എത്തും. ഇത് ഉന്നയിച്ചുകൊണ്ട് മാത്രം ആ ചോദ്യത്തിലേക്ക് ഒന്ന് പോയി വേഗം വരാം. ശബരിമല വിഷയമൊക്കെ വല്ലച്ചിറയിലെ ഇടതുപക്ഷത്തിന് വല്ല രീതിയിൽ ബാധിക്കുമോ? ബാധിക്കില്ല. എന്തുകൊണ്ടാ സ്വർണ്ണം ചമ്പാക്കി അവര് ജയിലിലൊക്കെ സ്വർണം ചമ്പാക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് മന്ത്രിമാര് വന്നിട്ട് ചമ്പാക്കല്ലേ ആണോ? അതല്ല, അവിടെ നടത്തുന്ന കൊള്ളരുതായ്മയ്ക്ക് ഏത് ഗവൺമെന്റ് ഏത് കൊള്ളരുതായ്മ നടത്തിയാലും അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യും, ജയിലിലാക്കും. ഒരു സാധാരണ വോട്ടർ ശബരിമല ടൂറിസം ഇപ്പൊ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോ വിഷമായി. ശബരിമലയിലെ ആളുകൾ കൊണ്ടുവരുന്ന മാർസിസ്റ്റുകാർ കൈയടക്കിയാലോ? അതുകൊണ്ട് ശബരിമലയെ തകർക്കണം. ആരെടുത്താലും മാർസിസ്റ്റ് പാർട്ടിയുടെ ആളായാലും അകത്താക്കും, ജയിലിലാക്കും. ഒരു നിഷ്പക്ഷ വോട്ടുകാരൻ, വല്ലച്ചിറയിലുള്ള ഒരു നിഷ്പക്ഷ വോട്ടുകാരൻ, ഒരു വോട്ടർ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ അവൻ തീർച്ചയായും കഴിഞ്ഞ 5 വർഷത്തെ വികസനവും നേട്ടവും കോട്ടവും എല്ലാം സാമാന്യ രീതിയിലൊന്ന് പരിശോധിച്ച ശേഷമായിരിക്കും വോട്ടറിലേക്ക് പോവാ. അവിടെ ശബരിമല വിഷയം ഒരു പ്രധാന ഘടകമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു, എന്താണ് ഇടതുപക്ഷം ഈ കുറി തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് വെക്കുന്ന ആഹ്വാനം, അല്ലെങ്കിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളിലൂടെയാണ് അങ്ങയുടെ പ്രഖ്യാപനം? ഇടതുപക്ഷ പ്രസ്ഥാനം വയ്ക്കുന്ന മുദ്രാവാക്യങ്ങളിൽ ഒന്ന്, നമ്മളൊരു സ്പോർട്സ് കാമ്പസ് തുടങ്ങണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് വല്ലച്ചിറയിൽ. ശരി. അതിന്റെ ഭാഗമായി ഫുട്ബോൾ, അതുപോലെ ഓണാഘോഷം തുടങ്ങിയ നാടകം തുടങ്ങിയതൊക്കെ അവതരിപ്പിക്കുന്നതിന് ആവശ്യമായ ഒരു സ്റ്റേജ്, ഒറിജിനൽ തിയേറ്ററിന്റെ പിന്നിലുള്ള തിയേറ്റർ പോലെ ഒരു തിയേറ്റർ പഠനം എന്ന ഒരു ആലോചനയുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖലയിലുള്ള കൂട്ടുകൃഷി സമ്പ്രദായത്തിൽ കൊണ്ടുവന്ന് കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കിട്ടത്തക്ക രീതിയിലുള്ള കാർഷിക പരിഷ്കരണം ഉണ്ടാകണമെന്ന് ആലോചന. അതുപോലെ തന്നെ പുതിയ യുവാക്കൾക്ക് അവിടെ കളിക്കളങ്ങളും അല്ലെങ്കിൽ മറ്റേ സ്പോർട്സ് അക്കാദമിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന നീന്തൽ കുളങ്ങൾ, അതുപോലുള്ള സൗകര്യങ്ങൾ സ്പോർട്സുമായി ബന്ധപ്പെട്ടുണ്ടാകണം. അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ പഠിക്കാനുള്ള പാശ്ചാത്തല സൗകര്യം ഇപ്പോൾ 1 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. അത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ നടത്തണം. അതുപോലെ തന്നെ എല്ലാ മേഖലകളും ഇപ്പം നമ്മുടെ വൃദ്ധരായിട്ടുള്ള ആളുകൾ, ഈ വയോജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് ഒന്ന് വിശ്രമിക്കാനോ അവർക്ക് ഡോക്ടർ വരാനോ പോകാനോ അതിനൊരു കേന്ദ്രമുണ്ടാക്കി ഒരു 3 മണി വരെയെങ്കിലും അവരവിടെ ഇരുത്തി ഡോക്ടറെ കൊണ്ട് പരിശോധിച്ച് മരുന്നൊക്കെ കൊടുത്ത് അവർ വീട്ടിൽ കൊണ്ടെത്തുന്ന ഒരു കേന്ദ്രം ഉണ്ടാക്കണം. ആ രീതിയിൽ ശിശുക്കളെ ഈ അംഗൻവാടിയിലെ കുട്ടികൾ വരുന്ന ആ കുട്ടികളെ പരിചരിച്ച് ആരോഗ്യമുള്ള കുട്ടികളെ ആക്കി മാറ്റുന്നതിന് ആവശ്യമായ പദ്ധതികൾ ഉണ്ടാകണം. ആ രീതിയിലുള്ള കാർഷിക മേഖലയിലും സാമൂഹ്യ മേഖലയിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം. അതുമായി ബന്ധപ്പെട്ട് പുതിയ വ്യവസായങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമോ എന്ന രീതിയിലുള്ള സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കണം. സ്വയം തൊഴിലായിട്ടുള്ള മൈക്രോ സംരംഭങ്ങൾ, കുടുംബശ്രീ സംരംഭത്തിന്റെ ഭാഗമായി ഇവിടെ മൈക്രോ സെന്ററിന്റെ ഒരു കേന്ദ്രം പണിതിട്ടുണ്ട്. ആ കേന്ദ്രത്തിൽ മൈക്രോ സംരംഭങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ എടുത്ത് എല്ലാ പ്രദേശത്തും ആഴ്ചച്ചന്തകൾ നടത്തി പ്രോഡക്റ്റ് വിറ്റഴിക്കാനും മറ്റുള്ളവരുടെ പ്രോഡക്റ്റ് വാങ്ങാനും കഴിയുന്ന രീതിയിലേക്കുള്ള മാർക്കറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കണം, കുടുംബശ്രീ രംഗത്ത് കൊണ്ടുവരണം എന്ന് ആലോചിച്ചിട്ടുണ്ട്. UDFന്റെ പ്രഖ്യാപനം എന്തൊക്കെയായിരിക്കും? വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ UDFന്റെ പ്രഖ്യാപനം നമുക്ക് പറയാം. നമ്മുടെ തലമുറ ഇപ്പോഴും കുട്ടികളിൽ അല്ലെങ്കിൽ പുതിയ കുട്ടികളിലാണ് നമുക്ക് ഏറ്റവും അവരുടെ ഭാവി ആണ് ഏറ്റവും സുരക്ഷിതമാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിയും, ഞാനിപ്പോൾ PTA പ്രസിഡൻ്റായിട്ട് 7 വർഷമൊക്കെ നിന്നിട്ടുള്ള ഓരോ കുട്ടിയും അവൻ്റെ വളർച്ചയിൽ അവൻ്റെ ഏത് ദിശയിലേക്കാണ് അവൻ്റെ വളർച്ച അല്ലെങ്കിൽ ഏത് ജോലിയാണ് അവൻ നേടേണ്ടത് കൃത്യമായിട്ടുള്ള അവൻ്റെ ആ കുടുംബത്തിൽ നിന്ന് പല സാധാരണ കുടുംബങ്ങളായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പല ഗ്രാമമായതുകൊണ്ട് വളരെ സാധാരണപ്പെട്ട കുടുംബങ്ങളാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടൊരു വിഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കരിയർ ഗൈഡൻസ് അടക്കമുള്ള ഒരു ടീം വർക്ക് ഒരു കുട്ടിയെ നമ്മളിപ്പോൾ എത്ര കുട്ടികളുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ, അവർക്കൊക്കെ കൃത്യമായിട്ടൊരു കരിയർ ഗൈഡൻസ് കൊടുത്ത് അവർക്കൊരു കൗൺസിലിംഗ് കൊടുത്ത് അവരെ മുഖ്യ ദിശാബോധത്തിലേക്ക് വളർത്താനായിട്ട് അല്ലെങ്കിൽ ദിശാബോധത്തിലൂടെ ഒരു വലിയ അവരുടെ ഉദ്യോഗത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു നടപടി അല്ലെങ്കിൽ അതിനൊരു പ്രൊജക്റ്റ് നമ്മൾ തയ്യാറാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വിഷയം ആരോഗ്യമല്ല. നമുക്ക് നമ്മുടെ ഗ്രാമത്തിൽ എന്തോ ആവശ്യമുണ്ടെങ്കിലും ഇപ്പോൾ രോഗികളെ കൊണ്ടുപോകാനൊക്കെ നമുക്ക് പുറം ഗ്രാമങ്ങളിൽ നിന്നാണ് ആംബുലൻസ് പോലുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്കൊരു ആംബുലൻസ് വേണം. കാരണം രോഗികളെ കൊണ്ടുപോകാനും പിടിക്കാനും അത്തരം കാര്യങ്ങൾക്കൊന്നും വല്ലച്ചിറ എന്ന് പറയുന്ന ഗ്രാമത്തിൽ അങ്ങനെ ഇല്ല. അപ്പോൾ അത് അത്തരം ഒരു കാര്യം ചാപ്പക്കായലുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും ഇല്ല.
അത് അവിടുത്തെ കർഷകരുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പാടശേഖര കമ്മിറ്റിയുടെ ഒക്കെ ഉപദേശ അനുസരണം നമുക്ക് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞു തുടർ കലാ കായിക പഠന കേന്ദ്രം, സാംസ്കാരിക ഗ്രാമം എന്ന് അവകാശപ്പെടുക. നമ്മൾ സാംസ്കാരിക ഗ്രാമം എന്ന് ആവശ്യപ്പെട്ട ഒരു കലാ കായിക പഠന കേന്ദ്രം നമ്മുടെ കുട്ടികൾക്ക് പഠിക്കട്ടെ. നമ്മുടെ കുട്ടികൾ നമ്മുടെ ഗ്രാമത്തിൽ പഠിച്ച് പുതുതലമുറയുടെ വീക്ഷണമാണ് ചുരുക്കത്തിൽ നമ്മുടെ UDF-ന്റെ കാഴ്ചപ്പാട്. കുടിവെള്ളം മുഴുവൻ ജനങ്ങൾക്കും 24 മണിക്കൂറും കുടിവെള്ളം എത്തിക്കുന്ന സംവിധാനം ആദ്യം തന്നെ നടപ്പിലാക്കും. പിന്നെ സാംസ്കാരിക കേന്ദ്രം, അതായത് ഡാൻസ്, മ്യൂസിക്, അങ്ങനെ വിവിധ രീതിയിലുള്ള സംവിധാനം ഇന്ന് നിലവിലില്ലാത്തത് നടപ്പിലാക്കണം. കേന്ദ്രം ഫണ്ട് ഇഷ്ടംപോലെ ഫണ്ടുണ്ട് കേന്ദ്രത്തിൻ്റെ, തരാനായിട്ട് കേന്ദ്രം തയ്യാറാണ്. അത് നമ്മൾ വാങ്ങിച്ചെടുത്തുകൊണ്ട് നല്ല രീതിയിൽ സാംസ്കാരിക കേന്ദ്രം, ഒരു ഇൻ്റർനാഷണൽ സാംസ്കാരിക കേന്ദ്രം വല്ലച്ചിറയിൽ കൊണ്ടുവരും. പിന്നെ ഇന്ന് നിൽക്കുന്ന ആ മിനി സ്റ്റേഡിയത്തിൻ്റെ ശോചനാവസ്ഥ, ഒരു നല്ല സ്റ്റേഡിയം യുവാക്കൾക്ക് കളിക്കാനും അത് യുവകൾക്ക് കളിച്ച് വളരാനായിട്ടുള്ള നല്ലൊരു സ്റ്റേഡിയം അവിടെ വിഭാവനം നമ്മൾ കാണുന്നുണ്ട്. അതൊരു മാസ്റ്റർ പ്ലാൻ തന്നെ അതിന് തയ്യാറാക്കി വെച്ച് MP-ക്ക് സമർപ്പിക്കാനുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കണം ഇപ്പോൾ തന്നെ. ഇത് പിന്നെ നമ്മുടെ ആരോഗ്യരംഗത്ത് നമ്മൾ നല്ലൊരു ക്വാർട്ടേഴ്സ് പണിതിട്ട് ഇപ്പോൾ രാത്രി കാലങ്ങളൊക്കെ വല്ലച്ചിറ ജനങ്ങൾക്ക് ചേർപ്പിനും തൃശ്ശൂരിനും ആശ്രയിക്കണം ഒരു അസുഖം വന്നാൽ. അപ്പോൾ ആ പ്രാഥമിക കേന്ദ്രത്തിൽ നല്ലൊരു ക്വാർട്ടേഴ്സ് പണിതിട്ട് ഒരു ഡോക്ടർ സേവനം 24 മണിക്കൂറും കിട്ടുന്ന രീതിയിൽ ഒരു സംവിധാനമാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും മൂന്ന് രാഷ്ട്രീയ പ്രതിനിധികളും മൂന്ന് പാർട്ടിക്കാരും പ്രത്യേകിച്ച് പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളുടെ ഉന്നത പഠനം നിലവാരത്തിൽ വേണ്ടി കോച്ചിങ് ക്ലാസ് തുടങ്ങണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്തായാലും വെച്ചിരിക്കുന്ന ആശയങ്ങൾ 3 പേർക്ക് ഞങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുകയാണ്. ഒപ്പം തന്നെ മീഡിയ 4 കൂടി ഒരു മാധ്യമ സ്ഥാപനം, ഒരു മാധ്യമ ശൃംഖല എന്ന രീതിയിൽ തന്നെ, ഒരു അവതാരകൻ എന്ന രീതിയിൽ തന്നെ വ്യക്തിപരമായി തന്നെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയാണ്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല, കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും കാണാം പുതുതലമുറ ലഹരി മരുന്നിലേക്ക് വ്യാപകമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഈ 3 പാർട്ടിക്കാരും ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം യുവാക്കൾക്കുമായി യാതൊരുവിധ പദ്ധതികളും നിങ്ങളുടെ വികസന രേഖയിൽ കാണുന്നില്ല. അത്തരം കാര്യങ്ങൾ കൂടി ഒരു ജാഗ്രതാ സമിതി എല്ലാം രൂപീകരിച്ച് മുന്നോട്ട് പോയി ഈ സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടതും നിങ്ങളെപ്പോലുള്ള മുഖ്യധാര പാർട്ടികൾക്ക് അനിവാര്യമാണ്. ഒറ്റ വാക്കോട് പറയുന്നു, ജനങ്ങളോട് എന്താണ് ആവശ്യപ്പെടാനുള്ളത്, അല്ലെങ്കിൽ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ്? ജനങ്ങളോട് നമുക്ക് പറയാനുള്ളത്, സമാധാനത്തോടു കൂടിയുള്ള ജീവിതം, ആരോഗ്യത്തോടു കൂടിയുള്ള ജീവിതം സമ്പൂർണ്ണമാക്കണമെങ്കിൽ സമാധാനം രാജ്യത്തോണം. അതിന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മയക്കുമരുന്നും അതുപോലെയുള്ള അക്രമവാസനകളൊക്കെ ഒഴിഞ്ഞ് സ്വയം തൊഴിൽ കണ്ടെത്തി നമ്മുടെ രാജ്യത്ത് സമാധാനത്തോടുകൂടി ജീവിക്കാനും സ്വന്തം കുടുംബത്തെ അച്ഛനമ്മമാരോട് സ്നേഹത്തോടുകൂടി ജീവിക്കാനും കഴിയുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ കഴിയണം. എത്ര സീറ്റ് കിട്ടും? അവിടെ 12 സീറ്റ് ജയിക്കും. അതിന്റെ ഉറച്ച ആത്മവിശ്വാസം എത്രത്തോളം? അതായത് എന്ത് ഘടകമാണ് ഉള്ളിലേക്ക് വരുന്നത്? എന്ത് ഘടകം ചെയ്യുന്നത് ജനങ്ങളിലൊപ്പമുള്ളതുകൊണ്ട് ഈ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളുടെ ഭാഗമായി ഒരുപാട് സഹായങ്ങൾ ജനങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. എത്രയോ വീട്, എത്രയോ ഇപ്പൊ തന്നെ നമുക്കറിയോ, സർക്കാരിന് പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി എല്ലാ കുട്ടികൾക്കും 1000 രൂപ മാസം കൊടുക്കുക. സ്ത്രീകൾക്ക് 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് 59 വയസ്സ് വരെ 1000 രൂപ മാസം കൊടുക്കുക. ഈ പെൻഷൻ 2000 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു. ഇതൊക്കെ കിട്ടല്ലേ, ആളുകൾക്ക് കിട്ടല്ലേ? ഇതൊക്കെ സാമൂഹിക രംഗത്ത് ഇത്രയും മാറ്റങ്ങൾ വരുമ്പോൾ ഇതൊക്കെ കണ്ടില്ല എന്ന് വയ്ക്കാൻ പറ്റുമോ? ആളുകൾക്ക് എത്ര ലൈഫിൽ എത്ര വീട് കൊടുത്തു? സംഗതി പറയുമ്പോൾ അവിടെ ഒരു വീട് കിട്ടിയില്ല, ഇവിടെ ഇതൊക്കെ പറയാം. പക്ഷെ ടോട്ടൽ നോക്കുമ്പോൾ നമ്മൾ എത്രയോ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു. ശരി, ഇടതുപക്ഷത്തിന്റെ ചെങ്കൊടി ഉയരും. വല്ലച്ചിറ ഈ പ്രാവശ്യവും ചുവക്കും. ശരി, UDF തീർച്ചയായിട്ടും വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള വലിയ ഒരു കാഴ്ചപ്പാടാണ് UDF മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രത്യേകിച്ച് യുവാക്കളിൽ, കുട്ടികളിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൗൺസിലിംഗ് അടക്കമുള്ള ഒരു ബോധം യുവ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ട് തന്നെ ഒരു ദിശാബോധം വളർത്തിയെടുക്കുക. കുട്ടികളെ അടക്കം ആ ഒരു കൾച്ചർ മാറ്റിയെടുത്ത് ഒരു ദിശാബോധമുള്ള കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരിക. അതാണ് ഈ ഗ്രാമത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ ആവശ്യകതയുള്ളത്. എത്ര സീറ്റ് കിട്ടും? 10 സീറ്റ് ഉറപ്പായിട്ടുണ്ട്. എന്താണ് അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകൾ തന്നെയാണ്. നമ്മുടെ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് UDF-ന്റെ പ്രകടന പത്രികയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത്തരം കാഴ്ചപ്പാടുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൗൺസിലിംഗ് അടക്കമുള്ളത്, കരിയർ ഗൈഡൻസ് അടക്കമുള്ളത്. അത്തരം തരത്തിലുള്ള സംവിധാനങ്ങൾ പുതിയ തലമുറയ്ക്കും കൂടി പുതിയ തലമുറയാണ് നാടിൻ്റെ നട്ടൽ. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഞാൻ UDF-ന്റെ പ്രകടന പത്രിക ഞങ്ങൾ ഇറക്കിയിട്ടുള്ളത്. താമര വിരിയുമോ എന്ന് ചോദിച്ചപ്പോൾ താമര വിരിയും, അത് തീർച്ചയായും വിരിയുമെന്ന് പറഞ്ഞു. അടിസ്ഥാനം എന്താണ്? അതായത് വല്ലച്ചിറ ജനങ്ങൾ സാംസ്കാരിക സമ്പന്നരായ ജനതയാണ് വല്ലച്ചിറയിലുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതികൾ അവർ കണ്ടും കേട്ടിരിക്കുന്നുണ്ട്. കാരണം അവരെ നിത്യജീവിതത്തിൽ അവരത് അനുഭവിക്കുന്നുണ്ട്. കർഷകർക്ക് കിട്ടുന്ന
6000 രൂപ, സ്ത്രീകൾക്ക് പ്രസവ ആനുകൂല്യം 5000 രൂപ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് 750 രൂപ, അങ്ങനെ വിവിധ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പദ്ധതികൾ ഈ വല്ലച്ചിറയിലെ ഒട്ടുമിക്ക ജനങ്ങൾക്കും കിട്ടുന്നുണ്ട്. ഒരു 25% കിട്ടാത്തുള്ളൂ, 75% ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ പിന്തുണ ഈ വല്ലച്ചിറയിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് MP-ക്ക് കിട്ടിയ ഭൂരിപക്ഷം വല്ലച്ചിറയിൽ. പകുതി വോട്ടാണ് പോൾ ചെയ്തതിൻ്റെ പകുതി വോട്ടാണ് വല്ലച്ചിറയിലെ ഈ സാംസ്കാരിക സമ്പന്നരായ ജനങ്ങൾ 100% വേരോട്ടുണ്ട്. ആ വേരോട്ടുള്ളതുകൊണ്ടുള്ള കഴിഞ്ഞ കാലഘട്ടത്തിൽ 5 മെമ്പർമാരെ മാറും. പിന്നെ കേന്ദ്രം നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ BJP-ക്ക് വോട്ടായി മാറും. അത് ഞങ്ങൾ നിരന്തരം കയറി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് 9 വാർഡില് BJP ഇപ്പോൾ 1ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. നിലവിൽ 3 ബ്ലോക്ക് ഡിവിഷൻ അടക്കം ഇവിടെ പഞ്ചായത്ത് പിടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നിർണായക ഭരണം പിടിച്ചിരിക്കും. 3 ബ്ലോക്ക് ഡിവിഷനും വല്ലച്ചിറ പഞ്ചായത്തിലും BJP പിടിച്ചിരിക്കും ഈ പ്രാവശ്യം. ശരി, ഞങ്ങൾ ഈ ഒരു ചർച്ച സംഘടിപ്പിച്ചു. തീർച്ചയായും നിങ്ങൾ വിലപ്പെട്ട സമയത്ത് വന്നു, ആശയങ്ങൾ പങ്കിട്ടു. ജനങ്ങൾ ചോദിക്കേണ്ട കാര്യങ്ങളാണ് ഞങ്ങൾ ചോദിച്ചത്. ഞങ്ങൾ ഒരു പാർട്ടിയുടെയും പക്ഷം പിടിക്കുവാനോ ഒരു പാർട്ടിയെ ഉയർത്തിക്കെട്ടുവാനോ താഴ്ത്തിക്കെട്ടുവാനോ ഒരു മാധ്യമ ശൃംഖല മീഡിയ 4 ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഈ ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് ജനപക്ഷത്ത് നിന്ന് ചോദിച്ചു എന്ന് മാത്രം. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ സംസാരിച്ച് നമുക്ക് സൈൻ ഓഫ് കൊടുക്കാം. അല്ല, ചന്ദ്രേട്ടൻ പറഞ്ഞല്ലോ പെൻഷന്റെ കാര്യം സൂചിപ്പിച്ചു, 2000 രൂപയാക്കി എന്ന് പറഞ്ഞു. ജനങ്ങൾക്കൊരു 900-900 സ്ക്വയർ ഫീറ്റ് വീട് പണിയിൽ 40,000 രൂപ അവൻ ചിലവാക്കണം. ഒരു തറയുടെ പണിയിൽ കാശ് ചിലവാക്കണം. ഇങ്ങനെ ടാക്സ് ദുരുപയോഗം ചെയ്തിട്ടാണ് ഈ 2000 രൂപ ഇപ്പൊ കൊടുക്കുന്നത്. ജനങ്ങളെ 40,000 രൂപ ഒരു വ്യക്തിയുടെ കയ്യിൽ വെച്ചിട്ട് അവന് കൊടുക്കുന്നത് 2000 രൂപ. അപ്പൊ ജനങ്ങളെ പാവപ്പെടുന്ന ഒരു സംവിധാനമാണ് ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്രയും സാമൂഹിക രംഗത്ത് ഇടപെടുന്നതിന് മീഡിയ 4 വഹിക്കുന്ന പങ്ക് ഒരു ചെറുതല്ല. സന്തോഷം. നല്ല രീതിയിൽ അവർ ഇടപെടുന്നുണ്ട്. ഇതേ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ വിളിച്ച് ചർച്ച ചെയ്യാനും ആ പ്രദേശത്തുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയുന്ന ഇടപെടലിന് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്താണ്. അതോടൊപ്പം തന്നെ ജനപക്ഷത്തു നിന്നുള്ള വികസനം എന്ന കാഴ്ചപ്പാടിലൂടെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തോടു കൂടി മീഡിയ 4 നിൽക്കണം. നമ്മളവിടെ വളർന്നു വരുന്ന യുവതയും നിൽക്കണം, അതുപോലെ രാഷ്ട്രീയ പാർട്ടി സ്ഥാനങ്ങൾ നിൽക്കണം എന്നൊരു അഭ്യർത്ഥനയോടുകൂടി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തും. ആശയ സംവാദങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ, അതിൽ നിന്നാണ് വലിയ സൃഷ്ടികൾ ഉണ്ടാവുന്നത്, പ്രൊജക്റ്റുകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും അതിന് മുന്നൊരുക്കം കാണിച്ച മീഡിയ 4 എന്നും നമ്മളൊപ്പമുണ്ട്. എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ജനഹൃദയത്തിലാണ് മീഡിയ 4 ഉള്ളത്, അത് എന്നും ഉണ്ടാവട്ടെ. തീർച്ചയായും ജനങ്ങളുടെ ഹൃദയത്തിലാണ്, ജനങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തദ്ദേശപ്പോര് ഇങ്ങനെ മുറുകുകയാണ്. ഈ കുറി ഒരു കാര്യം പറയാം, 13-ാം തീയതി ഉച്ചയാകുമ്പോൾ സിജോ ചേട്ടനും ചന്ദ്രേട്ടനും അടക്കം എല്ലാവരും ഈ പറയുന്ന വോട്ടെണ്ണൽ കേന്ദ്രത്തിലുണ്ടാവും. അന്ന് ഈ പറഞ്ഞ എണ്ണങ്ങളും ഒക്കെ പരസ്പരം നമ്മളൊന്ന് അയവിറക്കും. 18ഉം 11ഉം അല്ലേ നമ്മുടെ എണ്ണങ്ങളൊക്കെ അല്ലേ ഒന്നുകൂടെ ഒന്ന് അയവിറക്കും. എന്തായാലും ഇതൊരു തെരഞ്ഞെടുപ്പ് സൗഹൃദമായ ഒരു ചർച്ചയാണ്. ഇവിടെ ആശയ സംവാദമാണ്. സിജോ ചേട്ടൻ പറഞ്ഞ പോലെ ഇതിലൂടെ പുതിയ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വരുമ്പോഴാണ് സമൂഹത്തിലാണെങ്കിലും എല്ലാം പുതിയ മാറ്റങ്ങളിലേക്ക് വരിക. അത്തരം മാറ്റങ്ങളിലേക്ക് വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. നാളെ മറ്റൊരു പഞ്ചായത്തിൽ തദ്ദേശപ്പോര് ഇവിടെ വെച്ച് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.